ഇങ്ങനെയൊരു നല്ല സമയവും ആയുസ്സും ആരോഗ്യവും ദൈവം നമുക്ക് നൽകിയതിന് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഞാൻ ഇന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് എനിക്ക് അനുഭവിക്കാൻ കഴിയണം. അത് ഇപ്പോൾ ഇങ്ങനെ ലൈവായി കേൾക്കുന്നവരുണ്ട്. നാളെ ഇതൊരു സമയത്ത് ഓൺലൈനിലൂടെ മീഡിയയിലൂടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൈവം അതിനെ മാറ്റുന്നത് നിങ്ങൾക്ക് ദൈവനാമത്തിൽ അനുഭവിക്കാൻ കഴിയണം. ദൈവവചനത്തിലൂടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങും. ദൈവവചനം കേട്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് ജീവിതം പുറകോട്ട് പോകാൻ തുടങ്ങുമല്ല, ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങും. മുന്നോട്ട് പോകാനാണ് പല പ്രതിസന്ധികളും നമുക്കുള്ളത്. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്ന അനുഭവമാണ് നാളുകളിൽ നിങ്ങളുടെ സാക്ഷ്യമായി വെളിപ്പെടുന്നത്. വിശ്വാസത്തോടെ പറ, ഒരു സാക്ഷ്യം പറയുവാൻ ഇടയാകത്തക്ക വിധം ഞാനും എൻ്റെ കുടുംബവും ഇന്ന് കേൾക്കുന്ന വചനത്താൽ അനുഗ്രഹിക്കപ്പെടും. ഈ വചനം കേൾക്കുന്നവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ അങ്ങയുടെ ദൂതന്മാരെ നാലു വശത്തും കാവലേർപ്പെടുത്തണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അല്പനേരം പ്രാർത്ഥിക്കാനായി തെരഞ്ഞെടുത്ത ഒരു ഭാഗം, ആ വാക്യം സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. ഇന്ന് പ്രസംഗിക്കുവാൻ പോകുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമായി ആദ്യം ഈ വചനം നിങ്ങൾ കേൾക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 4:10. മകനെ എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ. ചെവിയിൽ കേൾക്കട്ടെ എന്ന് മാത്രമല്ല, മകനെ എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കട്ടെ. എന്തോ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ കിട്ടിയാലൊരു ഗുണം. എപ്പോൾ ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുമ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ആണ് ദീർഘായുസ്. ദീർഘായുസ് ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. നിങ്ങളുടെ ശരീരത്തിൻ്റെ അകവും പുറവും ദൈവം സംരക്ഷിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എൻ്റെ ശരീരം എനിക്ക് കാണാൻ പറ്റും, പക്ഷേ എൻ്റെ അകം എനിക്ക് കാണാൻ കഴിയില്ല. നമുക്കറിയില്ല നമ്മുടെ തലയിൽ മുഴ വളരുന്നുണ്ടോ, വയറിൽ ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുവാണോ, ഹാർട്ടിൻ്റെ ഭാഗത്ത് ബ്ലോക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുവാണോ, ഒന്നും നമുക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ട്യൂമറുണ്ട്, മുഴയുണ്ട്, പ്രശ്നമാണ്, നിങ്ങൾ അഡ്മിറ്റ് ആകണം, ബ്ലോക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സിനു വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അതിനുശേഷമേ പ്രാർത്ഥിക്കാവുള്ളൂ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന്. ആരോഗ്യവും ആയുസ്സും ഇല്ല, കുറേ അതിര് വിസ്തൃതമായിട്ട് ഒരു കാര്യമില്ല. അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാകണം, അല്ലാതെ അതിരുകൾ വിസ്തൃതമായിട്ട് കാര്യമില്ല. ഒരാൾ സങ്കടത്തോടെ പറഞ്ഞ പോലെ, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച വീട് പണിതത്, പക്ഷേ വീട് പണിതയാൾക്ക് ആ വീട്ടിൽ അധികം നാൾ താമസിക്കാൻ കഴിഞ്ഞില്ല, പെട്ടെന്ന് മരിച്ചുപോയി. നമുക്കെല്ലാവരും പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളടക്കം എല്ലാവരും. ദൈവമേ,
ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് ആമേൻ. എനിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വേണം. ആമേൻ. ഹല്ലേലൂയ. അതിനുശേഷം പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, ഞങ്ങളുടെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ആമേൻ. ഇത് യാബസിന്റെ പ്രാർത്ഥനയാണ്. ഞാനതൊന്നും കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. ബൈബിൾ പറയുവാണ്, എൻ്റെ വാക്ക്, എൻ്റെ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ, അകത്തിരിക്കട്ടെ, അത് നിനക്ക് ദീർഘായുസ് തരാൻ ശക്തിയുള്ളതാണ്. എല്ലാ മനുഷ്യന്റെ ആഗ്രഹമാണ് ദീർഘായുസ്, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. എങ്ങനെയുള്ള ദീർഘായുസ് ബുദ്ധിമുട്ടാണ് പലർക്കും. എത്ര നാളായി ഇങ്ങനെ ഈ മനുഷ്യൻ കിടക്കുന്നു, മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയും ചിലർ. വീട്ടുകാരെല്ലാം മടുത്തു. ഒരു നല്ല മരണത്തിനായി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടത് വെറും ദീർഘായുസല്ല, ആരോഗ്യമുള്ളൊരു ശരീരത്തോടെയുള്ള ദീർഘായുസ്. ഹല്ലേലൂയ. വേണ്ട, അതാ ബൈബിൾ പറയുവാണ്, മകനെ, എൻ്റെ ഈ വാക്ക്, ദൈവത്തിൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയണം. അതാദ്യം പതിയേണ്ടത് അതാണ്. അപ്പോൾ നിനക്ക് ദീർഘമായ ദീർഘായുസ്സുണ്ടാകും. ദീർഘായുസ്സുണ്ടാകും. ആദ്യം ഒന്ന് പ്രാർത്ഥിക്കുക. ദുർമരണങ്ങൾ സംഭവിച്ച വേദനകൾ പലരുടെയും മനസ്സിലുണ്ട്. ചില അപകട മരണങ്ങൾ. ഞാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുവാൻ ഇടയാകരുത്. അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ വിഷം കഴിച്ച് മരിച്ചു എന്ന് കേൾക്കുവാൻ ഇടയാകരുത്. ദൈവവചനം കേൾക്കുവാൻ ഈ ആലയത്തിൽ വരുന്ന ഒരാളുടെയും വീട് ജപ്തി ചെയ്തു പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെയും ജീവിതം പാതി വഴിക്ക് നിന്നുപോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെയും വീട് നശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഉചിതമായ സമയത്ത് അവരുടെ വിവാഹം നടന്നു എന്ന് കേൾക്കാൻ ഇടയാകണം. അവർക്ക് അനുഗ്രഹമുള്ള തലമുറ ഉണ്ടായി എന്ന് കേൾക്കാൻ ഇടവരണം. ഒരാളുടെ ഇവിടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന, നിയോഗം സമർപ്പിക്കുന്ന ഒരാളുടെയും ബിസിനസ്സോ വരുമാന മാർഗമോ അടഞ്ഞുപോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഇവിടെ പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. അതിലൊരു കുഞ്ഞു പോലും മദ്യത്തിലാണ്, മയക്കുമരുന്നിലാണ്, ലഹരിക്കടിമയായി പോലീസ് പിടിച്ചു ജയിലിൽ കിടക്കുവാന്ന് കേൾക്കാൻ ഇടയാകരുത്. പകരമോ, നാളുകളിൽ ഓരോ സ്വപ്നങ്ങളുള്ളവരാണ് ഓരോരുത്തരും. ഓരോ നിലകളിലെത്തിയെന്നും ആ വീടിനും ദേശത്തിനും അനുഗ്രഹമാണെന്നും കേൾക്കുവാൻ ഇടവരണം. കേൾക്കുവാൻ ഇടവരണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കേൾക്കാൻ, വചനം കേട്ട് പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് കേൾക്കാൻ ഇടവരരുത്. ആ കൊച്ചൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി, ഞങ്ങൾ ഭയങ്കര വിഷമത്തിലാ, കേൾക്കാൻ ഇടവരരുത്. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പോലും ജീവിതത്തിൽ എവിടെ എത്തിയില്ല എന്ന് കേൾക്കാൻ ഇടയാകരുത്. രക്ഷപ്പെട്ടു എന്ന് കേൾക്കാൻ ഞങ്ങൾക്കിടവരണം. ഹല്ലേലൂയ. ഇതെല്ലാം ഈ ഭാഗമാ. ദൈവവചനം ഹൃദയത്തിൽ നിറയുമ്പം അത് നിനക്കെല്ലാ അർത്ഥത്തിലും അനുഗ്രഹത്തെ കൊണ്ടുവരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒന്ന് ശബ്ദമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. പഴയ നിയമത്തിൽ 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ വചനം നിങ്ങളെ സ്വാധീനിക്കും, അത് ഉപകാരമുള്ളതാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ഒരാളുടെ പേര് ഒരുപാട് പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കാത്തൊരു വാക്ക് കിടപ്പുണ്ട്, അത് മറക്കല്ല്. പ്രാർത്ഥിച്ച ആളുടെ പേരെഴുതിയിട്ടുണ്ട്, യാബസ്. ഒന്ന് വായിക്കാം. യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. യാബസ് എന്ന് പറയുന്ന ഒരാൾ അവന്റെ കൂടപ്പിറപ്പിനേക്കാളൊക്കെ മിടുക്കനായിട്ട് മാറി, നല്ല നിലയിലെത്തിന്ന്. അപ്പൊ എന്തോ കാരണമുണ്ട് അതാ അങ്ങനെ എഴുതാൻ കാരണം. അതാണ് 10-ാമത്തെ വാക്യം.
അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ് അവൻ എല്ലാവരെക്കാളും മിടുക്കനാകാനുള്ള ഒന്നാമത്തെ കാരണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കുന്നവരും പ്രാർത്ഥന നിർത്തിയവരും ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥിച്ച യാബസ് തൻ്റെ സഹോദരന്മാരെക്കാൾ മിടുക്കനായെന്ന് എഴുതിയിരിക്കുന്നേ. ആമേൻ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, ആ പ്രാർത്ഥന കിട്ടുന്നവൻ, ദൈവസന്നദ്ധിയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം കൂടെ വായിക്കുകയാണ്. ദൈവമേ, യാബസ് എന്നതാ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവമേ, യാബസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എഴുതുന്നത്. ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. എന്റെ അതിരുകൾ ചുമ്മാ ഇങ്ങനെ വിസ്തൃതമാകണ്ട, എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്തൃതമാകണം. ആമേൻ. കൃത്യം ഫോക്കസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? എന്റെ അതിരുകൾ വിസ്തൃതമാകണമെന്നല്ല, എന്നെ അനുഗ്രഹിച്ച്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുക, എങ്ങനെയേലും അതിര് വിസ്തൃതമായി. കുറേ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. എങ്ങനെ അനുഗ്രഹിച്ചുള്ള സമ്പത്താ വേണ്ടത്. ഹല്ലേലൂയ. ദൈവാനുഗ്രഹമുള്ള ജീവിതമാ വേണ്ടത്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ച്, ദൈവമേ എന്നെ അനുഗ്രഹിച്ചൊരു നല്ല ജീവിതം തരണം. ആമേൻ. എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റണം. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിച്ച് എനിക്ക് വിജയിക്കാൻ പറ്റണം. ആമേൻ. യാബസ് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമെന്ന് മാത്രമല്ല, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കുടുംബത്തെ മാനിക്കണമേ. എന്നെ അനുഗ്രഹിച്ച് എൻ്റെ തലമുറയെ അനുഗ്രഹിക്കണമേ. ആമേൻ. അനുഗ്രഹത്തിൽ വരുന്നതാ അത് മറ്റൊരു അനുഗ്രഹത്തിന് കാരണമാകുന്നത്. ഒന്നും കൂടെ വായിക്കാമോ ആ വാക്യം? ദൈവമേ, അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. പോരാ, അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, അങ്ങയുടെ കരം, ദൈവമേ നിന്റെ കരം, നിന്റെ കൈ എന്നോട് കൂടെ എന്നോടുകൂടെ ഇരിക്കണമേ. ഞാൻ എവിടെ പോകുമ്പോഴും ദൈവമേ നിന്റെ കരം എൻ്റെ കൂടെ ഉണ്ടാകണമേ. അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കാത്തൊരു വാക്ക്, വിപത്തുകളിൽ. ആ വാക്ക് എന്താ നോക്കിയേ? വിപത്ത്, ആപത്ത്. അതിരുകൾ വിസ്തൃതമാക്കി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് 5-ാം അധ്യായം തുടങ്ങുമല്ല. യാബസ് പറഞ്ഞു, ആപത്തുകൾ ഉണ്ടാകരുത്, അനർത്ഥങ്ങൾ ഉണ്ടാകരുത്. എഴുതിയിരിക്കുവാണ്, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുക. അത് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല. എൻ്റെ അതിരുകൾ വിസ്തൃതമാകണം, എനിക്ക് എല്ലാ രീതിയിലും രക്ഷപ്പെടണം, ആരും പ്രാർത്ഥിക്കില്ല വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന്. ചില ആളുകൾ എല്ലാം നേടും, പക്ഷെ അനുഭവിക്കുന്നതിന് മുമ്പ് എന്തേലും ഒരു വിപത്ത് വന്ന് അതങ്ങ് ഇല്ലാതാകും. അതാ മുമ്പേ പറഞ്ഞു, വീട് വെച്ചു പക്ഷെ താമസിക്കാൻ പറ്റിയില്ല, വാഹനം മേടിച്ചു പക്ഷെ അത് അങ്ങ് പറ്റുന്നില്ല, കുടുംബജീവിതം ആരംഭിച്ചു പക്ഷെ സന്തോഷമില്ല. വിപത്തുകളിൽ നിന്ന്. അതിനൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ, ഒരാൾ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം ഒരു കച്ചവട സ്ഥാപനത്തിൽ ആ മുതലാളിക്ക് ചായ കൊണ്ട് കൊടുക്കുന്ന ആളായിരുന്നു. ചായ കൊണ്ട് അയാൾ പറയും 10 മണിക്കൊരു ചായ, 4 മണിക്കൊരു ചായ കൊടുക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു പയ്യൻ, ഒരു സാധാരണ ആള്, വിദ്യാഭ്യാസം ഇല്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ ആ കടയുടെ മുതലാളി ടൗണിൽ നിന്ന് അല്പം മാറി വേറൊരു കച്ചവട സ്ഥാപനം തുറന്നപ്പം ഇവനെ അവിടെ ഇരുത്തി. കഥയല്ല പറയുന്നത്. അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞ് ഡെയിലി കണക്ക് കൊണ്ടുവരണം. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ മുതലാളി പറയുവാണ്, ആ സ്ഥാപനം നിന്റെ പേർക്ക് ഞാൻ തരുവാണ്, ഇനി നീ മുന്നോട്ട് പോക്കോണം. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ മുതലാളി സാമ്പത്തികമായി പൊട്ടിത്തകർന്ന് പണ്ട് കൂലിവേലയായി നിന്നവൻ ആ സ്ഥാപനം കൂടെ മേടിച്ചു. ഇന്ന് ഒരു വലിയ ലോകം അയാൾ നേടി, വലിയ ലോകം അദ്ദേഹം നേടി. ഒരു 16 ലോറി ഗോഡൌണിൽ കയറി അടച്ച ഈ ലോറി എവിടെയാ കിടക്കുന്നതെന്ന് അറിയത്തില്ല. അത്രയും വലിയ ഗോഡൌൺ ഉണ്ടായി അദ്ദേഹത്തിന്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ ലോറികൾ ഇടാൻ സൗകര്യമുള്ള ഗോഡൌണുകളുണ്ട്. പക്ഷെ അദ്ദേഹം എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ
അദ്ദേഹം അധികം താമസിയാതെ രോഗിയായി അഡ്മിറ്റാകുന്നു. മുഴുവൻ പണവും സ്വാധീനം ഉപയോഗിച്ച് ചികിത്സിക്കുന്നു, മരിക്കുന്നു. അയാൾ മരിച്ചു, അടക്കി, എല്ലാം നേടി. പക്ഷേ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണേന്ന് ചിലപ്പോ പ്രാർത്ഥിച്ചു കാണില്ലായിരിക്കാം. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം എൻ്റെ അതിര് വിസ്തൃതമാകണം, ശുശ്രൂഷ വലുതാകണം, പേര് വലുതാകണം, പ്രശസ്തി വലുതാകണം. അതിനു മുമ്പ് പറയണം, എന്നെ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ. കാണുമ്പോൾ എനിക്കും നിങ്ങൾക്കും ശത്രുക്കളില്ല. പറമ്പിൽ നിൽക്കുന്ന വാഴയ്ക്ക് വരെ ശത്രുവുണ്ട്. ഒരു വർഷമേ ഒരു വാഴയുടെ ആയുസുള്ളൂ. അതിനുമുമ്പ് കൊല കൊത്തും. കൂടിപ്പോയ 1.5 വർഷം. ആ വാഴയ്ക്ക് പോലും ഉണ്ട് തണ്ട് തുരപ്പം പുഴു, ശത്രു. അതിൻ്റെ വാഴ എന്നാ തെറ്റ് ചെയ്തിട്ടാ ശത്രുത വാഴയോട്? വാഴ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വാഴ അവിടെ ചുമ്മാ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ തണ്ട് തിന്നുന്ന പുഴുവുണ്ട്. വാഴയ്ക്ക് പോലും അതിനെ നശിപ്പിക്കുന്ന ഒരെണ്ണം പിണ്ടിയെ കൂടെ കയറിപ്പോകും. കുറച്ച് കഴിയുമ്പം അത് കുത്തി മറിഞ്ഞ് താഴോട്ട് കിടക്കും. അത് പൊളിച്ചു നോക്കുമ്പോൾ അറിയാം, കുറേ പുഴു ഇതിൻ്റെ അകത്തെ മുഴുവൻ പിണ്ടി തിന്ന് ബലമില്ലാതെ മറിഞ്ഞു പോയത്. ഇത് കൊലയ്ക്കുന്നതിന് മുമ്പ് പോയി. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് പ്രതിസന്ധികളില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറയരുത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം, എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണം, എൻ്റെ അതിരുകളെ വിസ്തൃതം. അങ്ങനെ എനിക്ക് അതിര് വിസ്തൃതമായാൽ മതി. എല്ലാം എനിക്ക് വേണ്ട, ദൈവം തന്നത് എനിക്ക് മതി. ദൈവം വേണ്ട എന്ന് പറഞ്ഞതൊന്നും, അതെന്ത് വലുതാണേലും എന്ത് നല്ലതായാലും നോ, എനിക്ക് വേണ്ട. ദൈവം തന്നത് മതി. ചെറിയ ശുശ്രൂഷയുള്ളൂ, അത് മതി. ദൈവം തന്ന മനുഷ്യരും ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവം ചിലരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റും. ചില ആളുകളെ ദൈവം ചിലരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയും, ചിലരെ ചേർത്ത് നിർത്തും. ഇത് രണ്ടും ദൈവ പദ്ധതിയാണ്. രണ്ടും. നിങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബോധ്യമാണ് ലഭിക്കുന്നത്. ചുമ്മാ ഒരു ഒച്ചയുള്ളൊരു പ്രസംഗമല്ല ഇത്. ദൈവമേ എന്നെ എല്ലാ വിപത്തുകളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുർമരണത്തിൽ നിന്ന് എൻ്റെ ശരീരത്തെ, എൻ്റെ ആന്തരിക അവയവങ്ങളെ പോലും സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, എല്ലാം ഓക്കെ ആയിരിക്കും. അല്ല, നീ കാണുന്നില്ല, നമ്മളിത് കാണുന്നില്ലല്ലോ. ദൈവമേ എൻ്റെ ശരീരത്തെ അകവും പുറവും ഒരു പ്രതിസന്ധിയും കൂടാതെ എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമേ. എന്നിട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ അതിരുകളെ അനുഗ്രഹിച്ച് വിസ്തൃതമാക്കണമേ. എല്ലാത്തിനും ശത്രുവുണ്ട്. വാഴയ്ക്ക് ശത്രുവുണ്ട്. മുറ്റത്ത് 10 ചോട് പയറിട്ട് നോക്ക്, അന്നേരം ഉണ്ടാവും ഇന്ന് വരെ കാണാത്തില്ലാത്ത മുഞ്ഞ അതേ പിടിച്ചിരിക്കുന്നു. പയറിനെ വളരാൻ സമ്മതിക്കുന്നില്ല. ഇത്രേ ഒരു കൈയോളം നീളം ഉണ്ടാകേണ്ട പയറാ മുഞ്ഞ തിന്ന് അത് വിരലിന് അത്രയായിട്ട് ചുരുണ്ട് നിൽക്കുമോ അവിടെ. പയർ എന്നാ തെറ്റ് ചെയ്തിട്ടാ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അതിൻ്റെ വളർച്ചയെ ഇല്ലാതാക്കുന്ന മുഞ്ഞ അതേലുണ്ട്, വാഴയിലുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ആ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവെ നോക്കിയാൽ കാണാം, അതേ മുഴുവൻ ഇത്തിൽ കണ്ണി നിൽക്കുക. ഞാൻ ഈ ഇടയ്ക്ക് അവിടെ പോയി നോക്കിയപ്പോൾ എൻ്റെ 2 കമ്പ് ഉണങ്ങി നിൽക്കുന്നു. നോക്കിയപ്പോഴാണ് ഒരാൾ പറഞ്ഞു, അതിൽ ഇത്തിക്കണ്ണിയുണ്ട്, അത് ആരെയും കയറ്റി വെട്ടിമുറിച്ച് കളഞ്ഞില്ലെങ്കിൽ ആ പ്ലാവ് മൊത്തം ഉണങ്ങിപ്പോകുന്നു. ആ പ്ലാവ് എന്തേലും തെറ്റ് ചെയ്തിട്ടാണോ? അതിന് പോലും ഉണ്ട്. ആ വെറുതെ നിൽക്കുന്ന പ്ലാവിന് പോലും ശത്രുക്കളുണ്ട്. എങ്ങനെയാ ശത്രുക്കൾ ഉണ്ടാകുന്നത്? ശത്രുക്കൾ ചുമ്മാ അതുണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ നല്ല ഒരു വണ്ടി മേടിച്ചാൽ മതി, കുറച്ചു പേര് ചുമ്മാ ശത്രുക്കളാവും. ഒന്നും ചെയ്യണ്ട. നിങ്ങളൊരു 2 ഏക്കർ പറമ്പ് മേടിച്ച അപ്പത്തേക്ക് കുറച്ചു പേര് നിങ്ങളോട് മിണ്ടാതാകും. ഒന്നും ചെയ്യണ്ട. ഒരു സ്ഥല കച്ചവടം നടത്തുന്ന ബ്രോക്കർ പറയുക, ഞാനൊരു കച്ചവടം നടത്തിയപ്പോൾ തന്നെ കുറച്ചു പേര് എനിക്ക് ഭയങ്കര ശത്രുക്കളാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു കച്ചവടം നടന്നതാ. ഒരു ബ്രോക്കർ പറയുക, ചുമ്മാ ഒരു സ്ഥല കച്ചവടം നടന്നാൽ മതി, ഇതേ ഫീൽഡിൽ നിൽക്കുന്ന കുറേ പേര് ചുമ്മാ ശത്രുക്കളാണ്. ശത്രുക്കൾ നമ്മൾ പറയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്യാൻ പോയിട്ടില്ല, അവരെന്തിനാ? ചുമ്മാതെ ഉണ്ടാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പറന്ന് ഒരു രാജ്യത്തേക്ക് പോയി എന്ന് കേൾക്കുമ്പോൾ ചുമ്മാ കുറച്ച് പേര് ശത്രുക്കളാവും. നിങ്ങളൊരു നല്ല വീട് പണിത് കയറിക്കൂടുമ്പം കുറച്ചു പേര് നിങ്ങളോട് മിണ്ടില്ല.
എല്ലാവർക്കുമുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ദൈവമേ എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. കാരണം എന്നറിയാമോ, ദൈവവചനം സ്വീകരിക്കുന്ന വ്യക്തി, അത് ആ വ്യക്തിയിൽ വരുന്നതൊരു തീയാണ്. ബൈബിൾ വചനം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23:29 പറയുന്നു, എന്റെ വചനം തീ പോലെയാണെന്ന്. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാറിപ്പറക്കുന്ന ഈച്ച തീയോട് ചങ്ങാത്തം കൂടുന്നത്, തീയോട് ഒട്ടി നിൽക്കുന്നത്? പ്രാണികൾ, പറന്നു നടക്കുന്ന പക്ഷികൾ, പ്രാണികൾ തീയോട് ചെങ്ങാത്തം കൂടുന്നതോ തീയോട് പറ്റിച്ചേർന്നിരിക്കുന്നതോ കണ്ടിട്ടില്ല. ഒരിക്കലും പാറിപ്പറന്ന് നടക്കുന്ന പ്രാണികൾ തീയോട് കളിക്കാൻ നിൽക്കത്തില്ല, അത് ഓടിപ്പോവും, അപകടമാണെന്നറിയാം. ദൈവവചനം തീയാണ്. ആ തീ അകത്ത് പറ്റിപ്പിടിക്കുമ്പോ അതെല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, എല്ലാ വിപത്തുകളിൽ നിന്നും നിന്നെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും തുടങ്ങും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കരുത് ജോലി കിട്ടണം, വീട് കിട്ടണം, ആ രാജ്യത്ത് പോകണം, PR ശരിയാകണം. അതിനു മുമ്പ് പ്രാർത്ഥിക്കണം, ദൈവമേ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തോളണം എന്ന്. ഒരാൾ ഇന്നലെ 2 ദിവസം മുമ്പ് പറയുക, ചുമ്മാ ഒരു പനി വന്നതേ ഉള്ളൂ. ഒരു പനി വന്ന് ആശുപത്രി ചെന്നു, മണിക്കൂർ കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വർത്താനം പറഞ്ഞു പോയ ആളാണ്. പിന്നീട് മരിച്ച ബോഡിയാ വരുന്നേ. ഒരു കുഴപ്പമില്ലായിരുന്നു, അകത്തൊരു രോഗമുള്ള കാര്യം അറിഞ്ഞില്ല, ചെറിയൊരു ശ്വാസം മുട്ട് പോലുള്ളത് അറിഞ്ഞില്ല, ആന്തരിക അവയവങ്ങൾ മുഴുവൻ കേടായിപ്പോയി, അകത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ വൈറസ് കയറിയതുപോലെ സ്റ്റക്കായി. ആള് മരിച്ചു. ആരോഗ്യത്തോടെ ഹോസ്പിറ്റലിലേക്ക് പോയതാ, വർത്താനം പറഞ്ഞ് ചിരിച്ച് വണ്ടിയുടെ മുൻസീറ്റിൽ ഇരുന്ന്, ഇന്ന് വൈകുന്നേരം തിരിച്ച് പോകാം, കുഴപ്പമൊന്നുമില്ല, മരുന്ന് മേടിച്ച് പോകാം, അഡ്മിറ്റ് ആകണ്ടെന്നൊക്കെ പറഞ്ഞു പോയ ആളാ പിന്നെ പെട്ടിക്കാത്താ വരുന്നത്, ആംബുലൻസിനാ തിരിച്ചു പോകുന്നത്. നമ്മളെല്ലാ ദിവസവും നമുക്ക് ഇപ്പൊ തന്നെ അതൊന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ കർത്താവ് എല്ലാ വിപത്തുകളിൽ നിന്നെ രക്ഷിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവവചനം നിന്നിൽ പറ്റിപ്പിടിക്കുമ്പോൾ അവ നിനക്ക് ദീർഘായുസ് ഉണ്ടാക്കും. ദീർഘായുസ് എങ്ങനെയേലുമുള്ള ദീർഘായുസല്ല, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. കർത്താവേ, ഈ നിമിഷം നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, യാബസ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ അതിരുകൾ അങ്ങ് അനുഗ്രഹിച്ച് വിസ്തൃതമാക്കിയാൽ മാത്രം പോരാ, എല്ലാ വിപത്തുകളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കാം. ഒരു നിമിഷം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നന്നായി പഠിക്കുന്ന, നല്ല മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞ്, ഇതുപോലെ SLC പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. മുറിയിൽ നിന്ന് പോയിട്ട് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്, കിടക്കുന്ന കട്ടിലിൽ നിന്ന് മുറിയുടെ പുറത്തിറങ്ങത്തില്ല. മാനസികമായി ഡൗൺ ആയിപ്പോയി. ആ കൊല്ലം പരീക്ഷ എഴുതിയില്ല. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. സ്കൂളിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു, ഭയങ്കര മാർക്ക് മേടിക്കും, നല്ല പോലെ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ പ്രവചിച്ചതാ അധ്യാപകരൊക്കെ. പക്ഷേ എന്തോ ഒരു ടെൻഷൻ കയറി. മനസ്സിൻ്റെ ഒരു ആരോഗ്യം പ്രധാനപ്പെട്ടതാ. മനസ്സ് ഡൗൺ ആയ ഡിപ്രഷൻ എല്ലാം നമ്മളാകെ തളരും. മരുന്നെടുക്കണം, സൈക്കാട്രിസ്റ്റിനെ കാണണം, പിന്നെ നോർമൽ ലൈഫ് മാറാൻ തുടങ്ങി. മനസ്സിൻ്റെ ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം. പ്രാർത്ഥിക്കുക, എല്ലാ വിപത്തുകളിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, സകലർക്കും ദൈവമേ ദീർഘായുസ്സും ആരോഗ്യവും വിപത്തുകളിൽ നിന്ന് സംരക്ഷണവും കൊടുക്കണമേ. വിപത്തുകളിൽ നിന്ന് സംരക്ഷണം കൊടുക്കണമേ. എനിക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല, അങ്ങനെ പറയരുത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹമാണ് കുഞ്ഞെ നിനക്ക് ദീർഘായുസ്സിനെ നൽകുന്നത്. ചില ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ചിലർ അവരുടെ കുടുംബത്തിനകത്ത് ചില ദുർമരണങ്ങൾ നടന്നിട്ടുള്ളവരാണ്. മൂപ്പെത്താത്ത മരണങ്ങൾ സംഭവിച്ചുകൊണ്ട് വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ മൂപ്പെത്താത്ത മരണങ്ങൾ സംഭവിക്കരുത്. എന്താണ് മൂപ്പെത്താത്ത മരണങ്ങൾ എന്ന് പറഞ്ഞാൽ? ദൈവം തരുന്ന ആയുസ്സിന് മുമ്പേ ഉള്ള മരണം സംഭവിക്കരുത്. ദൈവം ആയുസ് തന്നിടത്തോളം എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയണം. എല്ലാ വിപത്തുകളിൽ നിന്ന് എൻ്റെ ശരീരത്തെയും, എൻ്റെ ആന്തരിക അവയവങ്ങളെയും, എൻ്റെ ഹൃദയം, എൻ്റെ ഉദരം, എൻ്റെ കിഡ്നി, പാൻക്രിയാസ്, എൻ്റെ ബ്ലഡ്, എല്ലാ കാര്യങ്ങളും, എൻ്റെ ഹാർട്ട്, എൻ്റെ കരൾ, എല്ലാ അവയവങ്ങളും ദൈവമേ അകത്തെ
ശരീരത്തെ അവയവങ്ങൾ ദൈവമേ കാത്തു സൂക്ഷിക്കണമേ. മാരകമായ രോഗപീഠകളിൽ നിന്ന് പോലും എനിക്ക് സംരക്ഷണം തരണമേ. കീറി മുറിക്കത്തക്ക വിധം ഓപ്പറേഷന് അഡ്മിറ്റ് ആകേണ്ട വിധത്തിൽ ഒരു അസുഖവും എനിക്കോ എന്റെ കുടുംബത്തിൽ ആർക്കുമോ വരുവാൻ ഇടയാകരുതേ. എല്ലാ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. അനുഗ്രഹിച്ച് വിസ്തൃതമാക്കണമേ. ഒന്ന് കരങ്ങളെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടു കരങ്ങളും സാധ്യമെങ്കിൽ ഉയർത്തിപ്പിടിച്ച് ഈ പ്രാർത്ഥനയൊന്ന് ഏറ്റെടുത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിപത്തുകളിൽ നിന്ന് ജനത്തെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നു, എന്റെ മകനെ, എന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സിനെ നൽകും. അവ നിനക്ക് ദീർഘായുസ് നൽകും. ആ കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം ഈ ജനത്തിന്റെ മേൽ അങ്ങ് വർഷിക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ തലമുറയെ കാത്തുകൊള്ളണമേ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പാടിയേ. എന്നെ കരുതും ഉള്ളം കരത്തിൽ, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. എന്നെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. കണ്ണിൻ മണി പോലെ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. പിന്നെയോ തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഒന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഇനിയിപ്പോ നിങ്ങൾ ഇന്ന് കേട്ട വചനം എല്ലാ പ്രായത്തിലുള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർ പറയില്ല, എൻ്റെ മകള് മിടുക്കിയാകേണ്ട ആളായിരുന്നു, പക്ഷെ എന്നറിയില്ല, പെട്ടെന്ന് രോഗമായി. അങ്ങനൊന്നും കേൾക്കാൻ ഇടയാകരുത്. രക്ഷപ്പെടാൻ ഭാഗ്യമുള്ള ഒരാളാണോ, ആ ലക്ഷ്യത്തിൽ അവരെത്തണം. അതിന് ഒരു വിപത്തോ ആപത്തോ അനർത്ഥമോ ഒന്നും വരാൻ പാടില്ല. ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനിയിപ്പം നോമ്പുകാലമൊക്കെ വരാൻ പോവുകയാണ്. 50 നോമ്പൊക്കെ വരാൻ പോവുകയാണ്. നോമ്പുകാലമാണ്. അങ്ങനെ തന്നെ എൻ്റെ പേര്, നോമ്പുകാലം. നിങ്ങൾ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥന നിയോഗത്തോടെ വെക്കണം. എല്ലാ വിപത്തുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വേണം കേട്ടോ, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. എല്ലാവരും എല്ലാ ഭക്ഷണവും കഴിച്ച് സാധാരണ പോലെ ജീവിച്ചാൽ അതിൽ കഥയില്ല. ചില അനുഗ്രഹങ്ങൾ നമ്മളിൽ യാഥാർത്ഥ്യമാകാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമാണ് നോമ്പൊക്കെ. ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ആരും നോമ്പെടുക്കരുത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പ്രചോദനം കിട്ടുന്നെങ്കിൽ നല്ലൊരു നോമ്പൊക്കെ എടുക്കാൻ തയ്യാറാവുക. ഞാൻ നിങ്ങളെ ഒരു കാര്യം അറിയിക്കുകയാണ്. മാർച്ച് മാസം 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥന നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മാർച്ച് മാസം നോമ്പുകാലത്തിൻ്റെ ഇടസമയത്തെ 10 ദിവസങ്ങൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. കാരണം ഒരു കാര്യം അറിയിക്കുകയാണ്. ഞാനിവിടെ വന്ന എല്ലാ സാക്ഷ്യങ്ങളും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ചത് എങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണെന്നറിയാമോ? ഉപവാസ നിയോഗ പ്രാർത്ഥനയിലാണ്. ഇത് ഞാൻ ആദ്യം കണ്ടുപിടിച്ച ഞാനല്ല, മറ്റൊരച്ഛനാണ് എന്നോട് പറഞ്ഞത്. അച്ഛാ, നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാ, പക്ഷെ ഉപവാസ നിയോഗ പ്രാർത്ഥനയാ ജനത്തിന് ശരാശരി കണക്ക് നോക്കുമ്പം അനുഗ്രഹങ്ങളുടെ അളവ് കൂടി കിട്ടിയത്.
വിചാരിക്കാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ നടന്നത് ഉപവാസത്തോടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം. മാർച്ച് മാസം 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ഉപവാസത്തോടെ ഞങ്ങൾ നിയോഗ പ്രാർത്ഥന നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളും അതിനു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഇനി അടുത്ത കാര്യം, ഇപ്പോൾ നമ്മൾ കേട്ട ഒരു കാര്യമുണ്ട്, എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സമ്പത്തുണ്ടാക്കി വീട് മേടിച്ചു, വീട്ടിൽ 4-5 കാറും മേടിച്ചു, അപ്പോഴാണ് അറിയുന്നത് രോഗിയായി, ആശുപത്രിയിലായി. അങ്ങനെയല്ല, അതിരുകൾ വിസ്തൃതമാക്കണം. ഒപ്പം ആരോഗ്യമുള്ളൊരു ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സും ദീർഘായുസ്സും കൂടി ദൈവമേ എനിക്ക് തരണമേ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതൊരു ദിവസം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല, എല്ലാ ദിവസവും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമാകണം. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന ഒരു വചനം പഴയ നിയമത്തിലെ യോനാ പ്രവാചകന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ്. അതിന് തൊട്ടൊന്ന് വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ ഈ വചനം ഉൾക്കൊള്ളുമെന്നും വിശ്വസിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ വചനം ഭയങ്കര ആഴമുള്ളതാണ്, എനിക്ക് ഒത്തിരി ബലം നൽകിയൊരു വചനമാണ്. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. അനന്തരം അവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അവിടെ നിൽക്കട്ടെ, ഒരു മനുഷ്യനെ എടുത്ത് കിണറ്റിലെറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ കടലിലേക്ക് എറിഞ്ഞു. കടലിലേക്ക് ഇട്ടു എന്നല്ല, ഇങ്ങനെ എറിയുന്നത് ആ ഒരു പ്രത്യേക രീതിയുണ്ട് എറിയുന്നതിന്. കടലിലേക്ക് എറിഞ്ഞു. ആരെ എറിഞ്ഞത്? ഒരു പൂച്ചയെയോ ഒരു പട്ടിയെയോ പട്ടിക്കുഞ്ഞിനെയോ ഒന്നും അല്ല എറിഞ്ഞത്, ഒരു മനുഷ്യനെ. ആ മനുഷ്യന്റെ പേരാണ് യോന. അയാളുടെ കയ്യിലും കാലയിലും പിടിച്ച് ആളുകൾ കടലിലേക്ക് എറിഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ. ഉടനെ കടൽ ശാന്തമായി. 17-ാമത്തെ വാക്യം നോക്കൂ. യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. ഒരു വാക്കുണ്ട് അതിനകത്ത്. എവിടെ നിയോഗിച്ചു? വെള്ളത്തിൽ വീണ് നീന്തൽ അറിയത്തില്ലാത്ത യോന മുങ്ങിച്ചാകണ്ടവൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൻ കൊത്തിത്തിന്ന് വേസ്റ്റായി വെറും ചണ്ടിയായി കടലിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് അടിഞ്ഞു കൂടേണ്ട യോനായെ സൂക്ഷിക്കാൻ കൃത്യം അതേ സ്ഥലത്ത് ദൈവം ഒരു വലിയ ആനയേക്കാൾ വലിപ്പമുള്ള ഒരു മത്സ്യത്തെ നിയോഗിച്ചു, അപ്പോയിന്റ് ചെയ്തു വെച്ചു. അപ്പൊ എങ്ങനെയാ മീൻ അറിഞ്ഞത് ഇവിടെ തന്നെ നിൽക്കണമെന്ന്? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. നമ്മളെ പലരും എടുത്തെറിഞ്ഞ സമയങ്ങളുണ്ട്. പലരും പലരാലും ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. പക്ഷെ നമ്മളൊക്കെ അവിടെ തകർന്നു പോകാത്തന്നെന്നറിയാമോ? അവിടെയൊക്കെ നമ്മൾ കണ്ടില്ലെന്നേ ഉള്ളൂ. നമ്മളെ കരുതാൻ ചില വ്യക്തികളെ, ചില കരങ്ങളെ, ചില പ്രാർത്ഥനാലയങ്ങളെ, ചില പ്രാർത്ഥനയെ കറക്റ്റ് ആ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എഴുതിയിരിക്കോ? എനിക്ക് മനസ്സിലാകുന്നില്ല. മത്സ്യം എങ്ങനെയാ അറിഞ്ഞത്? ദൈവം എങ്ങനെയാ അറിഞ്ഞത് ഇവിടെ അവൻ വീഴാൻ പോകുന്നതെന്ന്? അവിടെ തന്നെ 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ തിമിംഗലം നിൽക്കുന്നെങ്കിലോ അവിടെ വെള്ളം കുടിച്ച് ചത്തുപോയനേയും ഈ മനുഷ്യൻ. പക്ഷെ കൃത്യം അതേ സ്ഥലത്ത് യോനായെ വിഴുങ്ങാൻ അതേ സ്ഥലത്ത് ദൈവം ഒരു മത്സ്യത്തെ നിയോഗിച്ചു. ഹല്ലേലൂയ. നിയോഗ പ്രാർത്ഥന എന്നറിയാമോ? അനേകരെ രക്ഷിക്കാൻ, ദൈവവചനത്തിലൂടെ അനേകരുടെ ജീവിതം അനുഗ്രഹമാകാൻ, അനേകരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വരാൻ ദൈവം നിയോഗിച്ച പ്രാർത്ഥനയാണത്. ദൈവം ഒരുക്കിയ പ്രാർത്ഥനയാണ് നിയോഗ പ്രാർത്ഥന പോലും. കൃത്യം അതേ സ്ഥലത്ത് ഒരു വലിയ മത്സ്യം, ആനയേക്കാൾ വലുപ്പമുള്ളതാണ്, തിമിംഗലം, കൃത്യം അവിടെ വന്ന് നിൽക്കുവാണ്. എന്റെ എഴുതിയിരിക്കുകയാണ്, യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ, ചെറിയ മത്സ്യത്തെ അല്ല, വലിയ മത്സ്യത്തെ അവിടെ നിയോഗിച്ചു. യോന 3 രാവും 3 പകലും ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞു. മത്സ്യത്തിന്റെ ഉദരത്തിലോ പാമ്പിന്റെ ഉദരത്തിലോ വലിയ മൃഗങ്ങളുടെ ഉദരത്തിലോ ഒരു മനുഷ്യനോ മൃഗമോ പെട്ടുപോയാൽ അധികം താമസിയാതെ ദഹനം ആരംഭിക്കും, ദഹിച്ചു പോകും. അങ്ങനെയുള്ള മത്സ്യത്തിന്റെ
അതിന് കഴിവുണ്ട് അതിൻ്റെ വയറ്റിൽ എന്ത് ചെന്നാൽ അതിനെ ദഹിപ്പിച്ച് കളയാൻ. നമ്മുടെ വയറിലുമുണ്ട്. നമ്മൾ എന്ത് കഴിക്കുന്ന ഭക്ഷണവും ദഹിപ്പിക്കാനുള്ള പവറുണ്ട്. മത്സ്യത്തിൻ്റെ ഉദരത്തിൽപ്പെട്ട യോന ദഹിച്ചു പോയി എന്നല്ല, ദൈവം സുരക്ഷിതമായി അവനെ പൊതിയാൻ നിയോഗിച്ച മത്സ്യവാത്. ഇനി അടുത്ത വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഇനി 2-ാം അധ്യായമാണ്. ജീവിതത്തിലുണ്ട് ഇതുപോലെ പ്രാർത്ഥനയുള്ള ഒരു 2-ാം അധ്യായം. അടുത്ത വാക്യത്തിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ, യോനായുടെ പ്രാർത്ഥന. അപ്പോൾ എവിടെ കിടന്ന ആള് പ്രാർത്ഥിച്ചത്? ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട്. നോർമൽ ചിന്തിച്ചാൽ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ് നോർമലി ചിന്തിച്ചാൽ. കാരണം ഒന്നാമത് ഈ മത്സ്യം കിടക്കുന്നത് വലിയ വെള്ളത്തിന്റെ ഒത്ത നടുക്കാണ്, അതും ആഴക്കടലിലാണ്. ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് യോന എന്തു ചെയ്തു? 2-ാം അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുവാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവിനോട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എവിടെ കിടന്നുകൊണ്ട്? ഒന്നാമതേ മത്സ്യം കിടക്കുന്നത് ആഴക്കടലിൽ. വലിയ മത്സ്യമാണ്. മത്തി വായലെ പോലെ കടലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉള്ളതല്ല, ഉൾക്കടലിൽ താമസിക്കുന്ന വലിയ മത്സ്യം എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട, ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന്. നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഏത് പടുകുഴിയിൽ നിന്നും, ഏതു തകർച്ചയിൽ നിന്നും, ഏതു പരാജയത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടാൻ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒന്ന് കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി ഒന്ന് ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യോന പ്രാർത്ഥിച്ചു. എവിടെ നിന്ന് പ്രാർത്ഥിച്ചു? ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന്. നേരത്തെ പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നു, നിനക്ക് ഈ ഗതി വരത്തില്ലായിരുന്നല്ലോ. ഇത് നമുക്കൊരു പാഠമാ. ഇന്ന് എന്തിലാണോ നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്നത് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിനക്ക് പറ്റും. യോന മരിച്ചുപോയെന്നോ ശവടക്കിയെന്നോ വേസ്റ്റായി പോയെന്നോ അല്ല, യോനായ്ക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരുന്നു. ദൈവം കൊടുത്ത ഉയർത്തെഴുന്നേൽപ്പ്. പ്രാർത്ഥനയുള്ളവൻ ചീഞ്ഞു പോകത്തില്ല, പ്രാർത്ഥനയുള്ളവൻ ദഹിച്ചു പോകത്തില്ല, പ്രാർത്ഥനയുള്ളവൻ അവനേത് പ്രയാസത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ, 2-ാമത്തെ വാക്യം. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എവിടുന്ന് വിളിച്ചപേക്ഷിച്ചത്? ഒരു മീനിന്റെ വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിച്ചുവെന്ന്. പക്ഷെ അടുത്ത വാക്യമാ, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കടലിൽ കിടന്ന് പ്രാർത്ഥിച്ചിട്ടും ദൈവം കേട്ടോ. മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടും, നീ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കണ്ണുനീരോടെയാണോ പ്രാർത്ഥിക്കുന്നത്, ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കും. ഞാനും വിശ്വസിക്കുകയാണ്. ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ യോന കിടന്നതുപോലെ ഇത് ഒരു വലിയ മത്സ്യം പോലെ, ഞാൻ ചുമ്മാ ഭാവനയെ കാണുക. ഇത് ഒരു മത്സ്യം പോലെ ഒരു ഹാളാണ്, ഒരു പ്രാർത്ഥനാലയമാണ്. ഇതിനകത്തിരുന്ന് നമ്മളും പ്രാർത്ഥിക്കുക കണ്ണുനീരോടെ. ഒരു വിഷയത്തിന് വേണ്ടിയല്ല, പല വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എനിക്കറിയാം, കടലിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും ഒരക്ഷരം പോലും തെറ്റാതെ ദൈവം അത് കേട്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ഈ കരയിൽ വെച്ച് ഈ ദൈവ സാന്നിധ്യമുള്ള ഈ ഇടത്തു നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാതിരിക്കത്തില്ല. വചനം പറയുന്നുണ്ട്, അവിടെ നിന്ന് ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്കു നേരെ എന്റെ കണ്ണും കാതും സദാ ജാഗരൂകതയോടെ ഇരിക്കും. ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യോന കിടക്കുന്നത് മത്സ്യത്തിന്റെ ഉദരത്തിലാണ്. കൂരാക്കൂരിരുട്ടാണ്, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ഒരു സ്ഥലത്താണ്. പക്ഷെ അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, 3-ാമത്തെ വാക്യം. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, അങ്ങ് അവിടുത്തെ തിരമാലകൾ എന്റെ മുകളിലൂടെ കടന്നുപോയി. തിരമാല മുകളിൽ കൂടെ കടന്നു പോവുകയാണ്. വെള്ളത്തിന്റെ, കടലിന്റെ തിരമാല വെള്ളത്തിന്റെ മുകളിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ 5-ാമത്തെ വാക്യം വായിച്ചേ. സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു. സമുദ്രം എന്നെ വലയം ചെയ്തു, ആഴി എന്നെ ചുറ്റി, പായൽ എന്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പായൽ കൊണ്ട് എന്റെ തല മൂടി. എനിക്ക് കൈ ഒന്ന് പൊക്കിയിട്ട് എന്റെ തലയെ മൂടിയിരിക്കുന്ന പായലൊന്നും എടുത്തു കളയാൻ പറ്റുന്നില്ല.
എൻ്റെ തലയെ മുഴുവൻ പായിൽ മൂടി. ഇനി അടുത്തൊരു വാക്ക് യോന എഴുതിയിരിക്കുക, വെള്ളത്തിന്റെ ഓടാമ്പല് കൊണ്ട് എന്നെ എൻ്റെ വാതിൽ അടഞ്ഞു എന്ന്. അതിന് വെള്ളത്തിൽ എവിടെയാ ഓടാമ്പല്? കതകിനല്ലേ ഓടാമ്പലുള്ളൂ. പക്ഷെ യോന പറയുക, വെള്ളത്തിന്റെ ആ ഓടാമ്പല് കൊണ്ട് എൻ്റെ വാതിൽ പൂട്ടി അടച്ചു. അടുത്ത വാക്യം വായിക്കുകയാണ്, എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. എങ്കിലും എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എന്ന്. ഇതിന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അനുഭവമാകട്ടെ. ഏതു പാതാളത്തിലായിക്കൊള്ളട്ടെ, ഏതു തരത്തിൽ താണുപോയവരായിക്കൊള്ളട്ടെ, കണ്ണുനീരോടെയുള്ള ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പാതാളത്തിൽ നിന്ന് ദൈവം നിന്നെ പൊക്കിയെടുക്കുന്ന അനുഭവം നിന്റെ കുടുംബത്തിൽ അത് ആ അനുഭവം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. ചിലരൊക്കെ കിടക്കുന്നത് ചില പാതാളത്തിലാണ്. കണ്ണുകൾ നടക്കാമോ? നിങ്ങൾ അനുഭവിക്കുന്ന കടന്നു പോകുന്ന പാതാളം ഏതാണ്? ചിലർ പറയില്ലേ, എൻ്റെ പാതാളം വരെ ഞാൻ താന്നുപോയി, ഇത്രയും ഞാൻ തകർന്നു, എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, തിരമാലകൻ്റെ മുകളിലൂടെ കടന്നു പോകുന്നു, എൻ്റെ എല്ലാ തരത്തിലും ഞാൻ പരിത്യക്തനായി. പക്ഷെ യോന പറയുന്നു, എൻ്റെ പ്രാർത്ഥന കേട്ട് പാതാളത്തിൽ നിന്നെ ദൈവം പൊക്കിയെടുത്തു എന്ന്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ച്, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഏത് കയ്പുള്ളതാണേലും ഏത് കട്ടിയായതാണേലും ആ പാതാളത്തിൽ നിന്ന് ദൈവം നിന്നെ പൊക്കിയെടുക്കുന്ന അനുഭവം ഈ സമയത്തുണ്ടാകുവാൻ ഒരു നിമിഷം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഏതാണ് നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ? തകർച്ചയുടേതാണോ? പരാജയത്തിൻ്റെതാണോ? സങ്കടത്തിൻ്റെത്? കുടുംബ വഴക്കിൻ്റെയാണോ? ആരും മനസ്സിലാക്കാൻ ഇല്ലാത്തതിൻ്റെ പാതാളത്തിലാണോ ഉള്ളത്? പുറമേ ചിരിക്കുമെങ്കിലും ആവർത്തിച്ചു പറയാം, പുറമേ ഒരുപാട് ചിരിക്കുമെങ്കിലും അകമേ പാതാളത്തോളം താഴ്ന്നവരും സങ്കടപ്പെട്ടവരും ഇതിനകത്തിരിപ്പുണ്ട്. ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം ദൈവം നിന്നെ ഉയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടാലും ഇങ്ങനെ ഒരു പാട്ട് പോലുമുണ്ട്. ഈ പാട്ട് എഴുതിയവൻ ഒരു പക്ഷേ ജീവിതാനുഭവത്തിൽ നിന്നായിരിക്കും പറഞ്ഞത്. യോനാ പ്രവാചകൻ പറഞ്ഞു, ഇവിടെ നിന്നൊക്കെ ഞാനൊന്ന് ഉയർത്തെഴുന്നേക്കും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ പ്രാർത്ഥിച്ച യോന വെള്ളത്തിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് ജീവിതം അവസാനിച്ചു എന്നല്ല, അവിടെ നിന്ന് അവന്റെ ജീവിതത്തെ പൊക്കിയെടുത്ത ഒരു ദൈവമുണ്ട്. നിങ്ങളെ ഈ തകർച്ചയിൽ നിന്ന് പൊക്കിയെടുക്കുന്ന, ഈ നഷ്ടത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്ന, ഈ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ദൈവത്തിന്റെ കരം നിന്നെ തൊടട്ടെ. ദൈവകരം നിന്നെ ചേർത്ത് പിടിക്കട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദത്തെ ഉയർത്തുന്നു. ഹല്ലേലൂയ. ശബ്ദമുയർത്തി. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ ഉയർത്തും. എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. എന്റെ എല്ലാ വിപത്തുകളിൽ നിന്നെ രക്ഷിക്കണമേ. എന്നെ പൊക്കിയെടുക്കണമേ. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റു നിന്ന് ഒന്ന് കരങ്ങളടിച്ചൊന്ന് പാടാമോ? ഒന്ന് എഴുന്നേറ്റു നിന്ന്. നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം ഒന്ന് കരമടിച്ചു പാടാമോ? അർത്ഥമറിഞ്ഞൊന്ന് പാടാമോ? പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. കുഞ്ഞേ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ദൈവമുയർത്തും. കുഞ്ഞേ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. നിസ്സാരമാ നീറും ദുഃഖങ്ങൾ ചേർന്ന് പാടാമോ? നിസ്സാരമാ നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. പറഞ്ഞു, നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. കണ്ണുകളൊന്ന് അടയ്ക്കാമോ? പാടിക്കേട്ടതൊരു പാട്ടാണ്, പക്ഷെ കേവലം ഒരു പാട്ടല്ല, ഒരു പ്രാർത്ഥന തന്നെയാണ്.
പാതാളത്തോളം. ഓരോ കാരണമുണ്ട് ചിലർ പാതാളത്തോളം താഴ്ത്തപ്പെടാൻ. ചിലർ പാതാളത്തോളം താഴ്ത്തപ്പെട്ടത് അവരുടെ ജീവിത പങ്കാളി കാരണമാണ്. ചിലർ പാതാളത്തോളം താഴ്ത്തപ്പെട്ടു പോയത് ചിലരൊക്കെ അവരെ ചതിച്ചത് കൊണ്ടാണ്. ചതി, കൂടെ നിന്ന് ചതിച്ചത്, കൂടെ നിന്ന് പാര വച്ചത് അവരുടെ ജീവിതത്തെയൊക്കെ താഴ്ത്തിയത് ഒരടിയല്ല, പാതാളത്തോളമാണ്. ഇവിടെയുണ്ട് ഈ വചനം കേൾക്കുന്ന ചിലർ പാതാളത്തോളം താഴ്ന്നവരാണ്. പാതാളത്തോളം ഒന്നും ഒരു ഭംഗിവാക്കല്ല. നല്ലൊരു വീടില്ലാത്തോണ്ട് പാതാളത്തോളം താഴ്ന്നു പോയവരില്ലേ? വീട്ടിൽ നടക്കുന്ന പല വഴക്കുകളും പലരും അറിഞ്ഞു പാതാളത്തോളം താന്നുപോയവരുണ്ട്. മക്കൾ വഴിതെറ്റിപ്പോയത് കൊണ്ട് തെറ്റായ ബന്ധങ്ങളിലേക്ക് ഇറങ്ങിപ്പോയപ്പം, ചില ഏടാകൂടത്തിൽ ചെന്ന് ചാടിയപ്പം പാതാളത്തോളം അങ്ങ് താന്നുപോയേ. പാതാളത്തോളം പലരുടെയും മുമ്പിൽ അവഗണിച്ചപ്പം, താഴ്ത്തിക്കെട്ടിയപ്പം, അവഗണിച്ചപ്പം, പുച്ഛിച്ചപ്പം, പരിഹസിച്ചപ്പം പാതാളത്തോളം താന്നുപോയേ. എനിക്കുണ്ട് ഒരുപാട് അനുഭവങ്ങൾ. എനിക്കുണ്ട്, ഈ പ്രസംഗിക്കുന്ന എനിക്കുണ്ട് പാതാളത്തോളം താന്നുപോയ അനുഭവങ്ങൾ. പാതാളത്തോളം അവഗണിച്ചതിൻ്റെ, തള്ളിക്കളഞ്ഞതിൻ്റെ, പരിഹസിച്ചതിൻ്റെ, കുറ്റപ്പെടുത്തിയതിൻ്റെ ഒക്കെ പാതാളം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പാടിയത് സത്യമാ. യോനാ പ്രവാചകൻ പറഞ്ഞില്ലേ, പാതാളത്തോളം ഞാൻ താന്നതാ. പക്ഷെ ആ സമയത്തുണ്ടായ പ്രാർത്ഥനയുണ്ടല്ലോ, അതിനെ ആകാശത്തോളം വളർത്തിയത്. പാതാളത്തോളം താഴ്ന്നുപോയ ചില അമ്മമാരുണ്ട്. പാതാളത്തോളം താഴ്ന്നുപോയ ചില അപ്പച്ചന്മാരുണ്ട്. വിവാഹശേഷം വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജീവിതം വന്നപ്പം താന്നുപോയത് പാതാളത്തോളമാണ്. കുഞ്ഞുങ്ങളിലെ ചില രോഗങ്ങൾ, ചില വിഷമങ്ങൾ പാതാളത്തോളം നിന്നെ താഴ്ത്തിയോ? ദൈവത്തിനറിയാം കുഞ്ഞെ, മരത്തോളം അല്ല വളർത്താൻ ദൈവത്തിന് പറ്റുന്നേ, ആ മലയോളം അല്ല, ആകാശത്തോളം. എത്ര ഉയരത്തിൽ ആകാശം എന്ന് കണക്കെടുക്കാൻ കഴിയില്ല. ആകാശത്തോളം ഉയർത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ കൈയുടെ താഴെയാണ് ഇന്ന് ഞാനും നിങ്ങളും ഉള്ളത്. ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ കരത്തിൽ നീ താഴ്മയോടെ നിൽക്ക്, തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. ഉയർത്തിക്കൊള്ളും. ഒരു കാലത്ത് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു, പക്ഷെ എല്ലാം പൊട്ടി തകർന്ന് 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 താഴെ പോയി. ഇപ്പോ പാതാളത്തോളം താഴ്ന്നു പോയത്. ആകാശത്തോളം ഉയർത്താൻ ദൈവത്തിന് പറ്റും. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇനി മറക്കല്ലേ. ആരെയാന്നറിയാമോ പാതാളത്തോളം താന്നുപോയ? ആരെയാ ഉയർത്തിയെന്നറിയാമോ? വിമർശിച്ചവനെയോ, എൻ്റെ ഗതി ഇങ്ങനെയായി, എൻ്റെ ശാപവാ, പ്രശ്നമാന്നും പറഞ്ഞ് പ്രാഗിയവനെയല്ല, പ്രാർത്ഥിച്ചവനെയാ ദൈവം ഉയർത്തിയത്. ചില ആളുകൾ സ്വന്തം കൈ നെഞ്ചത്തിടിച്ചുകൊണ്ട് പ്രാഗിക്കൊണ്ടിരിക്കും, ശപിച്ചുകൊണ്ടിരിക്കും. എൻ്റെ തലവര മോശമാ, നാള് മോശമാ, കൈ നോക്കിയവരങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, കടലിൻ്റെ അടിത്തട്ടിലേക്ക് താണുപോയപ്പോഴും യോനാ പ്രവാചകൻ പ്രാഗിയിട്ടില്ല. അയ്യോ, എന്നെ എല്ലാവരും കൂടി എടുത്ത് എറിഞ്ഞല്ലോ, മാരുടെ ഒന്നും മനസ്സിലിരിപ്പ് ശരിയല്ലല്ലോ എന്നൊന്നും പറഞ്ഞില്ല. ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ഉള്ളിനുള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. ആ ഒറ്റ പ്രാർത്ഥനയാണ് കുഞ്ഞെ യോനാ എന്ന മനുഷ്യനെ ദൈവം പാതാളത്തിൽ നിന്ന് ഉയർത്താൻ കാരണം. ഏതു പാതാളത്തിൽ നിന്ന് ഉയരാൻ പറ്റും? ആ കണ്ണുകൾ നടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ഇത്രേ ശബ്ദം പോരാ, ഇത്രേ ശബ്ദം പോരാ. ഒന്ന് ശബ്ദം ഉയർത്തി വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് പറഞ്ഞേ, പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞെ, ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞെ,
ദൈവമുയർത്തും. എവിടം വരെ? ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ആമേൻ. ഒന്നും കൂടി ഇരിക്കാമോ? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. ഒരുപാടൊന്നും കേട്ട് വലിയ സംഭവമൊന്നും ഇല്ലേലും പാതാളത്തിൽ കിടക്കുന്ന ഒരുത്തനെ ദൈവം ഇപ്പൊ പൊക്കി എടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഏത് പാതാളത്തിലായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ കരം ഇന്ന് നിന്റെ മേൽ വരും. കേട്ടോ? ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം ഒരു കഥയാണ്, കേൾക്കാൻ രസമുണ്ട്. അല്ല, ഇത് അനുഭവമായി വരും. പാതാളത്തോളം പലരും താഴ്ത്തപ്പെട്ടിട്ടുണ്ട് പല കാരണങ്ങളാൽ. നല്ല പ്രായം മുഴുവൻ സങ്കടം അനുഭവിച്ച് പാതാളത്തോളം താഴ്ത്തപ്പെട്ടവരെ എനിക്കറിയാം. ഇനി ആരുടെയും കാര്യമല്ല, എൻ്റെ ജീവിതവും എനിക്കറിയാം. പട്ടുമെത്തയിലല്ല കിടന്നു വളർന്നത്. പാതാളത്തോളം താഴ്ത്തപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാതാളത്തോളം പലരും ഇറക്കി വിടുക, പരിഹസിക്കുക, മുഖത്ത് നോക്കി, നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കഴകത്തില്ല, നിനക്ക് ബുദ്ധിയില്ല, താൻ ഇറങ്ങിപ്പോടോ, തന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ? ഇതിൻ്റെയൊക്കെ വേറൊരു പേരാണ് പാതാളത്തോളം താഴ്ത്തുക. പാതാളത്തോളം. ഇത് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഓരോന്നാണ്. പാതാളത്തോളം താഴ്ത്തപ്പെടുന്ന അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചുള്ള ധ്യാനം നടക്കുവാണ്. അവരെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും 100 പേരിൽ താഴെ ഉള്ളൂ. അതിനുള്ള സൗകര്യം ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞായറാഴ്ച ധ്യാനം തുടങ്ങുന്നു. അപ്പോൾ പേര് രജിസ്റ്റർ ചെയ്ത ഒരാൾ, അവർ ഭാര്യയും ഭർത്താവുമായിട്ട് വന്നതാണ്. അയാൾ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. പുള്ളി അവിടുന്ന് പോയേച്ച് നേരെ ഇവിടെ ബീവറേജിലേക്കാണ് പോയത്. പുള്ളി കള്ളു കുടിച്ച് ഒരു ഓട്ടോറിക്ഷക്കാരനെ കൊണ്ട് ഇവിടെ കൊണ്ടുവിട്ടു. പുള്ളി ഇവിടെ വരുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ താഴത്തെ ഉള്ള ഈ മെറ്റിലിട്ട റോഡിൽ കൂടിയുള്ള കുരിശിൻ്റെ വഴിയിലാണ്. അപ്പോൾ ആളുകൾ കുരിശിൻ്റെ വഴി ചെല്ലി ഇങ്ങനെ കയറി വരുമ്പോൾ ഒരാൾ ഈ മുറ്റത്ത് നിന്ന് ഉറക്കെ ചോദിക്കുവാണ് എല്ലാവരോടും, എന്നോടല്ല, ആൾക്കാരോട് ധ്യാനത്തിന് വന്നൊരു, എൻ്റെ ഭാര്യയെ കണ്ടോന്ന്. ഇയാളുടെ ഭാര്യ ആരെടുത്തുകൊണ്ട് പോകാനാണ്? ഭാര്യയെ കണ്ടോന്ന് ഇയാൾ ചോദിച്ചു. ഇയാൾ ഉറക്കെ ചോദിക്കുവാണ്, എൻ്റെ ഭാര്യയെ കണ്ടോ? ഇയാൾക്ക് നല്ല പൂസാന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഈ സാധാരണ ഈ കൂടുതൽ ഒച്ച വന്നപ്പോൾ ഞാനും ജനലിക്കൂടെ നോക്കി, ആരാണ് ഇയാൾ? അപ്പോൾ ഭയങ്കര ഒച്ചയിൽ അയാൾ ചോദിക്കുവാണ്, എൻ്റെ ഭാര്യ എവിടെ? അധികം ആർക്കൊന്നും പരസ്പരം അല്ല, പല സ്ഥലത്ത് നിന്ന് ആൾക്കാർ ധ്യാനത്തിന് വന്നവരാണ്. അപ്പോൾ ആളുകളിങ്ങനെ നടന്ന് കുരിശിൻ്റെ വഴി കഴിഞ്ഞ് വരുമ്പം വണ്ണമുള്ള ഒരു സ്ത്രീയുടെ പുറകിൽ ഒരു സ്ത്രീ ഒളിച്ചിരിക്കുന്നു. പെട്ടെന്ന് മനസ്സിലായി ഇയാളുടെ ഭാര്യ ഇത് തന്നെയാണ്. ആ ഒളിച്ചു നിൽക്കുന്ന ആളാണ് ഇയാളുടെ ഭാര്യ. ഒരാൾ എപ്പോഴാണ് ഒളിച്ചു നിൽക്കുക? അന്ന് ആ വ്യക്തി ചിലപ്പോൾ പാതാളത്തോളം താന്നിട്ടുണ്ടാവും, ഇല്ലയോ? കേൾക്കുമ്പോൾ നമുക്ക് രസമായിട്ട് തോന്നും, തമാശയായിട്ടൊക്കെ തോന്നും. ഇങ്ങനെയുള്ള വേദനയൊക്കെ കേൾക്കുമ്പോൾ കുറച്ചൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. 100% അല്ലെങ്കിലും 5% മനസ്സിലാക്കാൻ പറ്റും. 5. അപ്പോൾ ഈ വ്യക്തി അവിടെ കിടന്ന് ഒച്ച വെക്കുകയാണ്. അതിൻ്റെയൊക്കെ വേറൊരു പേരാണ് പാതാളത്തോളം. പല കാരണങ്ങളാൽ പലരും പാതാളത്തോളം താഴും. പുറമേ ഒന്നും കാണിക്കത്തില്ല. പുറമേ നല്ല വസ്ത്രമൊക്കെ ഇട്ട് ധരിക്കും, നല്ല വസ്ത്രമൊക്കെ ഇട്ട് പോവും, നല്ല ഭംഗിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് പോകും ബസ്സിലും കാറിലും ഒക്കെ. പക്ഷേ ജീവിതത്തോട് അവരടുക്കുമ്പോഴാണ് അറിയുന്നത് പാതാളത്തോളം താഴ്ന്നു കിടക്കുക, സഹിച്ച് കിടക്കുക. 100 പ്രാവശ്യം തോന്നിയിട്ടുണ്ട് പോയി ചത്താലോ എന്ന്. എപ്പോഴാണെന്നറിയാം ഒരാൾക്ക് പോയി മരിച്ചാലോ എന്ന് തോന്നുന്നത്? സഹിച്ച് മടുത്ത് പാതാളത്തോളം താഴ്ത്തപ്പെടുമ്പോൾ ചിലർക്ക് തോന്നും, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്?
ഇവിടെ യോന പ്രവാചകൻ പറയുവാണ്, പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം ദൈവത്തിന് നിന്നെ ഉയർത്താൻ പറ്റും. എങ്ങനെ ഉയർത്തുന്നതിന് പ്രത്യേകതയുണ്ട്. ഇവിടെ ദൈവം നിയോഗിച്ചൊരു മത്സ്യം അവിടെ ഉള്ളോണ്ടാ ഈ സാക്ഷ്യം അവിടെ ഉണ്ടായേ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും എല്ലാവരും കൂടില്ലായിരിക്കാം. പക്ഷെ ചില ആളുകൾ, ആ നിയോഗമുള്ളവർ ഇത് പങ്കെടുക്കും. അവർക്കൊക്കെ ചില സാക്ഷ്യങ്ങളുണ്ട്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ ആ പടുകുഴിന്ന്, ആ പ്രശ്നത്തിൽ നിന്ന് പൊക്കിയെടുത്തല്ലോ എന്ന് തോന്നും. ആരെയാണെന്നറിയാമോ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തത്? പ്രാഗിയവനെയോ ശപിച്ചവനെയോ വിമർശിച്ചവനെയോ അല്ല, പിന്നെയോ പ്രാർത്ഥിച്ചവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം ഒന്ന് വായിക്കുകയാണ്, 7-ാമത്തെ വാക്യം. എന്റെ ജീവൻ മരവിച്ചപ്പോൾ. മനസ്സിലായില്ല. എന്റെ ജീവൻ മരവിച്ചപ്പോൾ. എവിടെയാ പുള്ളി കിടക്കുന്നേ? കടലിലെ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുക. പുള്ളി പറഞ്ഞു ജീവിതം മരച്ചൂന്ന്, ഫ്രീസറിനകത്ത് വെച്ച പോലെ ആയിന്ന്. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു, ഞാൻ ദൈവത്തെ ഓർത്തു. അത്രയിലും പറ്റുമോ? ദൈവത്തെ ഓർക്കാനേലും പറ്റുമോ? നീ രക്ഷപ്പെടും. ആമേൻ. ചിലർ പറയില്ലേ, എനിക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് പാട്ടും ബഹളവും ഒച്ചപ്പാടും ഇഷ്ടമല്ല. വേണ്ട, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട. പക്ഷെ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ദൈവത്തെ ചുമ്മാ മനസ്സിൽ ഓർക്കാൻ പറ്റുമോ? ദൈവം നിന്നെ ഓർത്തിരിക്കും. ആമേൻ. എൻ്റെ ജീവൻ ഫ്രീസറിനകത്ത് ഫ്രിഡ്ജ് കയറ്റി വെച്ച പോലെ മരയ്ക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ദൈവത്തെ ഓർത്തു. വാക്യം വായിച്ചേ. എന്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. എൻ്റെ പ്രാർത്ഥന, ജീവൻ മരവിച്ച് ചാകുന്ന പോലെ ആയി, പക്ഷെ എൻ്റെ പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇങ്ങനെ പ്രാർത്ഥിച്ചവന് വേണ്ടി ദൈവം എന്നാ ചെയ്തു എന്നറിയാവോ? 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രാർത്ഥിച്ച തകർന്നുപോയി, പാതാളത്തോളം എത്തി, ജീവൻ മരവിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ച യോനായെ ദൈവം എന്തു ചെയ്തു? പ്രാർത്ഥനയ്ക്ക് ഉത്തരം. പതുക്കെ വായിക്കണം. ആ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. യോനായ്ക്ക് തണലും ആശ്വാസവും നൽകുന്നത്. അവിടെ നിർത്തിക്കേ. യോനായ്ക്ക് എന്തൊക്കെ കൊടുക്കാൻ? തണലും ആശ്വാസവും കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു. പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് പാതാളത്തിലാണേലും നാളെ നിനക്കൊരു തണല് തരാൻ, ഒരാശ്വാസം തരാൻ ദൈവം തീരുമാനിക്കും. നിങ്ങളുടെ വായിച്ചേ. യോനായിക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ഒരു ചെടി അവിടെ കൊണ്ടുവന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മറക്കരുത്. ഇത് പെട്ടെന്ന് പ്രസംഗിച്ചാൽ ചിലപ്പോൾ പിടികിട്ടൂല. വെള്ളത്തിൻ്റെ അടിയിൽ തകർന്ന് തരിപ്പണമായി കിടന്ന യോനയാ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഒരു ചെടി മുളപ്പിച്ചു അവിടെ. എന്തിനു വേണ്ടി? ഈ പ്രാർത്ഥിച്ച മനുഷ്യന് തണലാകാൻ, ആശ്വാസമാകാൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാ അപ്പച്ചന്മാരോട്, അമ്മമാരോട്, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിങ്ങൾക്കൊരനുഗ്രഹമാകാൻ ഒരു ചെടി മുളപ്പിച്ച പോലെ ഒരു പക്ഷേ പലതും ജീവിതത്തിൽ മുളച്ചു വരും നാളുകളിൽ. ചിലപ്പോൾ പറയും, എൻ്റെ കൊച്ചു ഇന്ന രാജ്യത്ത് പോകുന്നൊന്നും വിചാരിച്ചതല്ല, ഇപ്പൊ ആ രാജ്യത്ത് ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് PR കിട്ടി. അത് ദൈവം നിനക്ക് തണല് നൽകാൻ മുളപ്പിച്ചതാണത്. ദൈവം നിനക്ക് തണലേകാൻ നല്ല ബന്ധങ്ങളെ മുളപ്പിക്കും. ചില ബന്ധങ്ങളെ ദൈവം മാറ്റിക്കളയും. ജീവിതത്തിൽ നിന്ന് ചില ബന്ധങ്ങളെ മുറിച്ചു മാറ്റും. ചിലവരെ ചേർത്ത് നിർത്തും, നിനക്ക് തണലേകാൻ, നിനക്ക് ആശ്വാസമാകാൻ. ചില മാതാപിതാക്കൾ പറയില്ലേ, എൻ്റെ മക്കൾ എനിക്ക് തണലാകൂന്നാ വിചാരിച്ചത്, പക്ഷേ എനിക്കത് തണലായില്ല, എനിക്ക് ഭയങ്കര വേദനയാ. നിങ്ങൾക്ക് തണലാകുന്ന, നിങ്ങളുടെ വീടിന് ആശ്വാസമാകുന്ന ഒരു തലമുറയെ ദൈവം നട്ടു വളർത്തണം. അതിനുവേണ്ട ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മക്കൾ മദ്യപാനികളോ മയക്കുമരുന്നിന് അടിമയായി പോയാൽ തണലും ആശ്വാസവും ആയിരിക്കില്ല ആ ഭാഗത്ത് കിട്ടുക. നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കും.
നിങ്ങളാകെ തകർന്നു പോകും. നിങ്ങൾക്ക് തണലും ആശ്വാസവും തരുന്ന പല കാര്യങ്ങൾ ജീവിതത്തിൽ മുളപ്പിക്കാൻ ദൈവത്തിന് പറ്റും. വിശ്വസിക്കുന്നു? നിയോഗത്തിൽ പ്രാർത്ഥിക്ക്. നിങ്ങൾക്ക് തണലാകുന്നവർ ജീവിതത്തിൽ ഉയർന്നു വരും. നിങ്ങൾക്ക് ആശ്വാസമാകുന്നത് ജീവിതത്തിൽ വരാൻ തുടങ്ങും. ഹല്ലേലൂയ. നിനക്ക് തണലേകുന്ന ബന്ധങ്ങൾ നിനക്ക് വരും. നിനക്ക് ആശ്വാസമാകുന്ന നന്മയുടെ രൂപത്തിൽ ജോലിയാകാം, വീടാകാം, എന്തുവാകാം, അത് ദൈവം നിന്റെ ജീവിതത്തിൽ മുളപ്പിക്കാൻ തുടങ്ങും. നിങ്ങൾ എഴുതിയിട്ട പ്രാർത്ഥന മുളയ്ക്കും. ഹല്ലേലൂയ. ഇട്ട വിത്ത് മുളയ്ക്കുമെന്ന് മാത്രമല്ല, ദൈവസന്നിധിയിൽ നിയോഗം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുളയ്ക്കും. അത് നിനക്ക് തണലാകും, അത് നിനക്ക് ആശ്വാസമാകും. അടുത്ത ഒരു വാക്കും കൂടെ ഉണ്ട്. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. പാതാളത്തിൽ കിടന്നവൻ സന്തോഷിച്ചു എന്ന് മുമ്പേ എന്നാ പറഞ്ഞത്? ഞാൻ പായൽ എന്റെ തലയെ മൂടി, ആ പായൽ പോലും എടുത്തു കളയാൻ എനിക്ക് പറ്റുന്നില്ല. വെള്ളത്തിൻ്റെ ഓടാമ്പൽ കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ വാതിലുകൾ അടഞ്ഞുപോയി, ഞാൻ പാതാളത്തിലാന്ന് പറഞ്ഞവൻ ഇന്ന് സന്തോഷിച്ചു. നിങ്ങളുടെ ദുഃഖത്തെ മാറ്റി അതേ സ്ഥാനത്ത് സന്തോഷത്തെ കൊണ്ടുവരാൻ ദൈവത്തിന് സാധ്യമാണ്. ഈ 2 അധ്യായം വായിച്ചു നോക്കണം. ആരുടെ ജീവിതത്തിൽ ആ സന്തോഷം വന്നെന്നറിയാമോ? പ്രാഗിയിരുന്നവൻ ശപിച്ചവന്റെ ജീവിതത്തിലല്ല, പ്രാർത്ഥിച്ചവന്റെ ജീവിതത്തിൽ ചിലത് കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. ഇനി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എഴുതിയിട്ട പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോൾ അത്യധികം സന്തോഷിക്കാനിട വരണം. അങ്ങനെ സന്തോഷമുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ നിന്ന് ഉയരാൻ പറ്റണം. ഇരുന്നു കൊണ്ട് മടുപ്പും ക്ഷീണമൊക്കെ കാണും, എങ്കിലും ഇരുന്നു കൊണ്ടൊന്ന് കണ്ണുകളെ ഒന്ന് അടച്ച് സങ്കടത്തോടെ പാതാളത്തോളം താഴ്ത്തപ്പെട്ടു പോയ യോന ഇന്ന് സന്തോഷിച്ചു. അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? സങ്കട സമയത്ത് ഉയർന്ന പ്രാർത്ഥനയാണ് യോനായുടെ ജീവിതത്തിൽ സന്തോഷമായി മാറിയത്. പ്രാർത്ഥിച്ച നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലതൊക്കെ വിത്തിട്ട് മുളപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. തകർന്നിരിക്കുന്ന നിന്റെ ജീവിതം തകരാതിരിക്കാൻ ദൈവം ചിലതൊക്കെ വിത്തിട്ട് മുളപ്പിച്ച് അത് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വളർന്നു വരുന്നത് കാട്ടിൽ വളർന്നു വരുന്നതല്ല, കൺമുമ്പിൽ വളർന്നു വരുന്നത്. എവിടെയേലും വളർന്നു വരുന്നതല്ല, എന്റെ കൺമുമ്പിൽ. ദൈവമേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്റെ കൺമുമ്പിൽ വെളിപ്പെടണമേ. പ്രാർത്ഥനയ്ക്ക് മറുപടി എന്റെ കൺമുമ്പിൽ വളർന്നു വരണമേ. അതെനിക്ക് ആശ്വാസവും തണലും നൽകാൻ ഇടയാക്കണമേ. എനിക്ക് അതുകൊണ്ട് അത്യധികം സന്തോഷിക്കാൻ ഇടവരണം. ഒന്ന് കരങ്ങളെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചലനമുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർ, ഒരുപാട് പേർ, ദൂരെ നിന്ന് വന്നവരും സമീപത്ത് നിന്ന് വന്നവരൊക്കെ വീട്ടിൽ എത്രയോ ജോലികൾ ക്രമപ്പെടുത്തിയിട്ടാ വന്നത്. ചിലർ പറയും വീട്ടിൽ ആടുണ്ട്, പശുവുണ്ട്, മൃഗങ്ങളുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. അതിന് പുല്ലൊക്കെ അരിഞ്ഞിട്ട് വീട്ടുകാരെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് വീട്ടുകാരോട് എത്ര ദിവസം മുമ്പേ പറഞ്ഞ് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് റിസ്ക് എടുത്താൽ ഇവിടെയുള്ള പല അമ്മമാരും പലരും വന്നിട്ടുള്ളത്. ചുമ്മാ നേരിട്ടൊരു വസ്ത്രം എടുത്തിട്ട് നേരെ വണ്ടിയെ കയറി സന്തോഷത്തോടെ വന്നവരല്ല. ഇന്നും പേടിയുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മണിയാകും, എത്ര സമയം, 7 മണിയാകുമ്പോൾ വീട്ടിലെത്തുമോ, തിരിച്ചു ചെല്ലുമ്പോൾ വണ്ടി കിട്ടുമോ, വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരുടെ ആ മനോഭാവം എന്തായിരിക്കും, ചീത്തയോ വഴക്കൊക്കെ ആണോ, വീട്ടിൽ ചെല്ലുമ്പോൾ തല്ലും വഴക്കുമാണോ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഏത് മനോഭാവത്തിലാണ് കേൾക്കുന്നത്, വീട്ടിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് പ്രാർത്ഥിച്ചേ, നിനക്ക് തണല് തരുന്ന ഒരു മരം ദൈവം നിനക്ക് വിത്തിട്ട് വളർത്തും. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം പറയാം. എനിക്കിതുപോലെ പ്രസംഗിക്കുവാനോ പറയുവാനോ ഒരുപാട് പേരുടെ മുമ്പിൽ നിൽക്കുവാനോ ഒന്നും അറിയത്തില്ല. അങ്ങനെയുള്ളൊരു കാര്യമൊന്നും എൻ്റെ ശീലമല്ലായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് അനേകർക്ക് ആശ്വാസം നൽകുന്ന ഒരു ശുശ്രൂഷയുടെ ഒരു ചെടിയെ ദൈവം വിത്തിട്ട് മുളപ്പിച്ചത്. അത് നമുക്ക് വിഷമമല്ല, അത് നമുക്ക് ആനന്ദമാണ്. അത് കണ്ട് അത്യധികം സന്തോഷിക്കാനിട വരും. നിങ്ങൾ ഈ വയനാട് ഈ ഉൾപ്രദേശം എത്തിപ്പെടാൻ എത്ര ദൂരം? ഇതങ്ങ് കോഴിക്കോടായിരുന്നെങ്കിൽ, ഇതങ്ങ് കണ്ണൂരിൻ്റെ കുറച്ചുകൂടെ സൗകര്യമുള്ള സ്ഥലത്തായിരുന്നു, ഞങ്ങളുടെ വീട്ടുകാർക്കൊക്കെ വരായിരുന്നല്ലോ. ഇതെന്തോ ഒരു പാടാ, ഇത്ര മണിക്കൂർ ഇരിക്കണ്ടേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരുണ്ടാവും. ദൈവം നട്ടിടത്തല്ലേ ചിലത് വളരുള്ളൂ. നമ്മൾ നട്ടിടത്ത് ചിലത് വളരത്തില്ല. നമ്മൾ നട്ടത് വളരും, കുറച്ച് വളർന്നു കഴിഞ്ഞ് വാടി അങ്ങ് പോയി. ദൈവം നട്ടത് വാടിപ്പോയി എന്നല്ല, അതവന് തണല് തരാൻ
നിങ്ങൾ ഇങ്ങനെയുള്ള മക്കൾ നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് തണലാകുന്നവർ, നിങ്ങൾക്ക് ആശ്വാസമാകുന്ന മകനും മകളും ദൈവം വളർത്തുന്ന മക്കൾ നിങ്ങളുടെ വീട്ടിൽ വേണം. അവർ നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങൾ അത്യധികം സന്തോഷിക്കണം. ഇവിടെ ഇട്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത്യധികം സന്തോഷിക്കാൻ പറ്റണം. ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന് ഉത്തരം ദൈവം എൻ്റെ ഭവനത്തിൽ തരുന്നത് കണ്ട് വേറെ ആരും കളിയാക്കാൻ ഇടവരല്. നീ പ്രാർത്ഥിച്ചിട്ട് നിനക്കൊന്നും കിട്ടിയില്ലല്ലോ, നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ കൊച്ചിന് വിജയിച്ചില്ലല്ലോ, നീ പ്രാർത്ഥിച്ചിട്ട് നീ ഒരു രാജ്യത്ത് പോയില്ലല്ലോ, നിന്റെ PR ശരിയായില്ലല്ലോ, നിന്റെ സ്ഥലം വിറ്റില്ലല്ലോ, നീ വീട് പണിതില്ലല്ലോ എന്നൊന്നും കേൾക്കാൻ ഇടയാകരുത്. പലരും അത്ഭുതത്തോടെ കാണാൻ ഇടവരണം. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു വാക്കുണ്ട്. ഇവിടെ ആർക്ക് തണലേകാനാ ഈ വിത്തിട്ട് ദൈവം മുളപ്പിച്ചേ? പ്രാർത്ഥിച്ച യോനായ്ക്ക്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ചിലതൊക്കെ വിത്തിട്ട് മുളയ്ക്കും, ചിലത് അവന് വേണ്ടി ദൈവം മുളപ്പിക്കും. ചിലർ പറയില്ലേ, എനിക്ക് ബിസിനസ് ഒന്നും അറിയത്തില്ല, ഞാൻ ചുമ്മാ തുടങ്ങിയതാ പക്ഷെ വിജയിച്ചു. അത് ദൈവം നിനക്ക് വിത്തിട്ട് മുളപ്പിച്ച് തന്നതാ. അഹങ്കരിക്കാതിരുന്നാ മതി, അത് നിനക്ക് തണലാവും. ചിലർ പറയില്ലേ, ചില ആളുകൾക്ക് ബിസിനസ്, ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഴിവില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും തന്നെ കഴിവുണ്ട്. പക്ഷെ കഴിവിനെ വളർത്തുന്നവർ കുറവാണ്. എല്ലാവർക്കും ഓരോ കഴിവുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് കഴിവുണ്ട്, പക്ഷെ അവർ ആ കഴിവ് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളയും. കഴിവിനെ വളർത്തുന്നവരാ. എങ്ങനെ വളർത്തുന്നവർ? ദൈവത്തിൽ ആശ്രയിച്ച് വളർത്തുന്നവരാ വിജയിക്കുന്നത്. ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ച്, ദൈവമേ, ഒരു നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ മുമ്പിൽ അനുഗ്രഹങ്ങളെ വിത്തിട്ട് മുളപ്പിക്കണമേ. അത് കാണാൻ എനിക്ക് കാണാൻ കണ്ണുകളെ തരാം, അത് അനുഭവിക്കാൻ ശക്തി എനിക്ക് തരണം. ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ആദ്യം പറഞ്ഞ വാക്ക് മറക്കല്ല്. ദൈവമേ, എൻ്റെ അതിര് വിസ്തൃതമാക്കണം, എനിക്ക് ജോലി കിട്ടണം, PR കിട്ടണം, എൻ്റെ കാര്യങ്ങൾ ശരിയാകണം, വീട് പണി പൂർത്തിയാകണം. അതിന് മുമ്പ് പറയണം, ദൈവമേ, എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ, എൻ്റെ ശരീരത്തെ, എൻ്റെ അകത്തെ അവയവങ്ങൾ, കുറേ അവയവങ്ങളുണ്ട്, മേജറായിട്ടുള്ള കുറേ അവയവങ്ങളുണ്ട്. ഹാർട്ട്, ഈ ഭാഗം, കിഡ്നി, കരള്, എന്തെങ്കിലും ഒരു കേടും വരാതെ ശിരസ് മുതൽ പാദം വരെ അകവും പുറവും കാത്തുകൊള്ളണമേ. എന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കണം, ദൈവമേ, എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണം. അതിന് മുമ്പ് ഒരു വാക്കുണ്ട്, അനുഗ്രഹിച്ച്. അത് മതി. എല്ലാ രീതിയിലും കുറെ വിസ്തൃതമായിട്ട് കാര്യമില്ല, നമ്മുടെ സമാധാനം പോവും. ദൈവം തന്ന മണ്ണായാലും വീടായാലും ജോലിയായാലും ശുശ്രൂഷയായാലും ദൈവം തന്നത് മതി. തരാത്തത് എന്തു വലുതാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. എനിക്ക് അനുഗ്രഹിച്ചു തന്ന് വിപത്തുകളിൽ നിന്ന് രക്ഷിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ഒരു നിമിഷം സാധ്യമെങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ മതി. നിങ്ങൾ പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളുടെ മക്കളൊക്കെ പല രാജ്യങ്ങളിലാണ്, നാട്ടിലാണ്, കോളേജിലാണ്, ഹോസ്റ്റലിലാണ്, അവർ വാഹനത്തിലാണ് പോകുന്നത്, വരുന്നത്, യാത്ര ചെയ്യുന്നത്. ദൈവം ചിലപ്പോൾ ഇങ്ങനെ ടെൻഷൻ കയറും, ദൈവം എന്തെങ്കിലും പറ്റുമോ? ഒരപകടങ്ങളുമില്ലാതെ എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ശുശ്രൂഷ കഴിഞ്ഞ് ഈ പല ഭാഗത്തേക്കും പോകേണ്ടവരാണ് ഞങ്ങൾ. ബസ്സിൽ, കാറിൽ, ട്രെയിനിലൊക്കെ പോകേണ്ടവരാണ്. ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ ചെല്ലുമ്പോൾ എവിടെയും പെട്ടുപോകാതെ ഞങ്ങൾക്ക് ദൈവദൂതനെ പോലെ, ഞങ്ങൾക്ക് ദൈവദൂതന്മാരുടെ സഹായത്തോടെ എത്തേണ്ടടുത്ത് സുരക്ഷിതമായി എത്താൻ ഇടവരണം. ഞങ്ങളുടെ വാഹനങ്ങളെ, ആരോഗ്യത്തെ വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ. വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ഒരു ഗുണമുണ്ട്, അത് പറഞ്ഞിട്ട് നിർത്താം. ഇങ്ങനെ പ്രാർത്ഥിച്ച ഗുണം എന്നാണെന്നറിയോ? ഒരാൾക്ക് നിങ്ങളെ ചതിക്കാൻ പറ്റത്തില്ല. എന്താ ചതിയുണ്ട്. ചതിയുള്ളവരെ കണ്ടുപിടിക്കാൻ പാടാ. ആ പട്ടി വരുമ്പോൾ നമുക്ക് കടിക്കാൻ വരുവാണോ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, കാരണം അതിൻ്റെ നോക്കുമ്പോഴേ മിക്കവാറും കടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മനുഷ്യനെ കണ്ടാൽ പിടികിട്ടത്തില്ല. കടിക്കുവോ ചതിക്കുവോ കുറേ നാൾ കഴിഞ്ഞാലും പിടികിട്ടത്തില്ല. ചതി വരുമ്പോഴാ അയ്യോ കൂടെ നിന്ന് ചതിച്ചല്ലോ എന്ന് ചിന്തിക്കുന്നേ. നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവമേ, എന്നെ എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ചതിക്കാനൊരു മനസ്സ് കടുകോളം അവൻ്റെ മനസ്സിൽ ഉരുവാകുമ്പോൾ നിന്റെ ബുദ്ധി പിടികിട്ടും അവൻ്റെ ഉള്ളിലിരിപ്പ് ശരിയല്ലെന്ന്. കറക്റ്റ് നിനക്ക് പിടികിട്ടും. ഈ പൈസ അവന് കൊണ്ടുപോയി കൊടുക്കല്ലേ. അവൻ്റെ മനസ്സിൽ കടുകോളം ചതി കിടപ്പുണ്ട്. നല്ല ചിന്തയല്ല അവനുള്ളതെന്ന് ആരും ക്ലാസ് എടുത്ത് തരും, തന്നെ പിടികിട്ടും.
എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 1 രൂപ ഒരാൾക്കും ചതിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. എത്ര പേരാന്നറിയാമോ? ലക്ഷക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ നിന്ന് ചതിച്ചോണ്ട് പോയി. ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് കൊടുത്തതാ, കടമെടുത്ത് പലിശക്കെടുത്തത് ചതിച്ചോണ്ട് പോയി. നിങ്ങൾ ദൈവത്തെ വിളിക്കുക. നിങ്ങൾ പറയില്ലേ, നിങ്ങൾ കുറെ പ്രാർത്ഥനക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ വിധിക്കാൻ വരട്ടെ. ആരൊക്കെയോ നമുക്ക് വേണ്ടി ചിലരെ പ്രാർത്ഥിച്ചോണ്ടാ നമ്മളൊക്കെ പല ചതിയിലും പെട്ടുപോകാൻ. ചിലരൊക്കെ ചതിക്കാൻ അവിടുന്ന് ആക്കം കൂട്ടിയപ്പോഴേ നമുക്കിവിടെ മനസ്സിൽ പിടികിട്ടി. നല്ലതല്ല, ശ്രദ്ധിക്കണം. ആരും ക്ലാസ് എടുത്തിട്ടല്ല, ദൈവം നിന്നെ സഹായിച്ചു കൊണ്ടേയിരിക്കും. അതാ യാബസ് പറഞ്ഞ്, നിന്റെ കരം എൻ്റെ കൂടെ തന്നെ ഇരിക്കണം. നിന്റെ കര, എൻ്റെ കര ഇരുന്നിട്ട് കാര്യമില്ല, നിന്റെ കരം എൻ്റെ കൂടെ ഇരിക്കണം. ഒന്ന് കണ്ണുകളെ അടച്ച്, കർത്താവേ, ഇന്ന് കേട്ട വചനം ഒരു സാക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ. ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ വിടുതലിലേക്ക് നയിക്കട്ടെ. ഇന്ന് കേട്ടത് വചനം ഞങ്ങളുടെ വീടിനകത്തൊരു അഭിഷേകമായി വെളിപ്പെടട്ടെ. ഈ വചനം കേട്ടു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ, വീട്ടിൽ ദൈവദൂതന്മാർ, ആയുധങ്ങളേന്തിയ ദൂതന്മാരുടെ കാവൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സംരക്ഷണ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞ്, കർത്താവേ, പാതാളത്തിൽ നിന്നെ രക്ഷിക്കണമെന്ന്, എന്നെ രക്ഷിക്കണം. എനിക്ക് തണലേകുന്ന ഒരു മരം, ഒരു ജോലി, ഒരു അഭിഷേകം, ഒരു അനുഗ്രഹം, ഒരു ശുശ്രൂഷ ദൈവമേ എനിക്ക് വേണ്ടി മുളപ്പിക്കണമേ. എനിക്ക് വേണ്ടി മുളപ്പിക്കണമേ. എനിക്ക് വേണ്ടി മുളപ്പിക്കണമേ. ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. എനിക്ക് വേണ്ടി മുളപ്പിക്കുമ്പോൾ അത് കണ്ട് ഞാൻ അത്യധികം സന്തോഷിക്കും. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോ ഞാൻ അത്യധികം സന്തോഷിക്കും. ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും പറഞ്ഞ്, കർത്താവേ, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത വലിയ പ്രവൃത്തി ഇവിടെ നിന്ന് സംഭവിക്കും എന്റെ ജീവിതത്തിൽ. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ എന്റെ ജീവിതത്തിൽ വരും. ആ തടസ്സങ്ങളും ബന്ധനങ്ങളും മാറിപ്പോകും. എന്റെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹം കണ്ട് ഞാൻ അത്യധികം സന്തോഷിക്കും. ഹല്ലേലൂയ. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ട കരങ്ങൾ താഴ്ത്തി, ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പിന്നെയോ ദൈവമുയർത്തും, കുഞ്ഞെ ദൈവമുയർത്തും. എവിടം വരെ? ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും, കുഞ്ഞെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും, കുഞ്ഞെ ദൈവമുയർത്തും. എവിടം വരെ? ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറുവാൻ ഇടയാകത്തക്ക വിധം ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ അഭിഷേകത്തെ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഒന്നെല്ലാവരും ചേർന്ന് കരങ്ങളൊക്കെ ചേർത്തടിച്ച് യേശുവേ, ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. ചേർന്ന് പാടാമോ? ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു.
ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയെ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയെ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ വീശി പാടാം. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ് പരിശുദ്ധാത്മാവെ നിറയണമേ. എല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു പാടാം. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. ഉയർന്നവനെ അങ്ങേ ആരാധിക്കുന്നു. മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. ഉയർന്നവനെ അങ്ങേ ആരാധിക്കുന്നു. മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. ശബ്ദമുയർത്തി കരമുടിച്ച് ആരാധന ആരാധന കരമുയർത്തി അടിച്ചു പാടി. ആരാധന ആരാധന ആമേൻ. ആരാധന ആരാധന സ്തുതി ആരാധന കരങ്ങൾ വീശി. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ജീസസ് ജീസസ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം ഇപ്പോൾ അത്ഭുതമായി, അനുഗ്രഹമായി, അടയാളമായി ഇവിടെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, 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 ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പ്രാർത്ഥനയോടെ നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അസൂയയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിൽ വിഷമമോ അസൂയയോ സ്വാർത്ഥതയൊന്നുമില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് സത്യമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഇന്ന് കേട്ട വചനങ്ങളെല്ലാം മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. യോനാ പ്രവാചകൻ പാതാളത്തോളം താഴ്ത്തപ്പെട്ടതാണ്. പക്ഷെ ആ സമയത്ത് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ആ മനുഷ്യൻ അത്യധികം സന്തോഷിക്കാൻ ദൈവം ഇടവരുത്തി. ഇന്ന് ഞാൻ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെയും ഓർത്ത് നാളുകളിൽ എനിക്ക് അത്യധികം സന്തോഷിക്കാൻ ഇടവരും. നിങ്ങൾ സമർപ്പിച്ച 280 പേരിന്നും ഇന്നുള്ള 273 പേരുടെയും നിയോഗങ്ങൾ എടുത്തു വച്ച് അൾത്താരയിൽ എടുത്തു വച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഓരോരുത്തരുടെയും പേരുകൾ ഈ അൾത്താരയിലുണ്ട്. ഈ നിയോഗ പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് വയ്ക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കർത്താവേ, ആരുടെയൊക്കെ നിയോഗമാണോ ഈ അൾത്താരയിൽ സൂക്ഷിച്ചിട്ടുള്ളത്, ആരുടെയൊക്കെ പേരുകളാണോ, ആരെല്ലാമാണോ, ഏതെല്ലാം കുഞ്ഞുങ്ങളുടെ പേരുകളാണോ ഈ അൾത്താരയിലുള്ളത്, അവരുടെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയം, +1, +2, SSLC അതുപോലെയുള്ള പരീക്ഷകൾ, അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ,
വിവിധ IELTS, OET ഇതുപോലുള്ള എക്സാമുകൾ, ഇൻ്റർവ്യൂകൾ, കോച്ചിങ് ക്ലാസ്സുകളിലൂടെ കടന്നു പോകുന്നവർ, നല്ലൊരു ഭാവി ആഗ്രഹിച്ച് പരിശ്രമിക്കുന്നവർ സകലരുടെയും നിയോഗത്തെ ഇപ്പോൾ എടുത്തു വച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആരുടെയൊക്കെ നിയോഗം ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെ സ്വീകരിച്ചിട്ടുണ്ടോ അതെല്ലാം ഗൗരവമായി ഞങ്ങൾ കാണുന്നു, ഗൗരവമായി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇത്രയും നിയോഗങ്ങളുടെ മേൽ ഇപ്പോൾ ഒരു പ്രാർത്ഥന കിട്ടുന്ന സമയമാണ്. സാധ്യമെങ്കിൽ നിങ്ങളുടെ 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവേ, ഇന്ന് രാവിലെ 6 മണി മുതൽ ഇവിടെ ക്യൂ നിന്ന് നിയോഗം സമർപ്പിച്ചവർ നാളുകളിൽ ജീവിതത്തിൽ അത്യധികം സന്തോഷിക്കുവാൻ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നടക്കുവാൻ ഇവിടെ വച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീർ നിങ്ങൾക്കൊരു ആനന്ദമായി മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ദൈവപ്രവൃത്തി, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത ദൈവപ്രവൃത്തി ഇതിനകത്ത് സംഭവിക്കണമേ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ദൈവപ്രവൃത്തി ഇതിൽ സംഭവിക്കണമേ. ഈ നിയോഗത്തിൽ സംഭവിക്കണമേ. ഈ നിയോഗത്തിൽ സംഭവിക്കണമേ. ഈ നിയോഗത്തിൽ സംഭവിക്കണമേ. ഈ ആവശ്യങ്ങളുടെ മേൽ സംഭവിക്കണമേ. ഈ രോഗികളുടെ മേൽ സൗഖ്യമായത് മാറണമേ. അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഈ വ്യക്തികളെ, കുടുംബത്തെ, ആവശ്യങ്ങളെ, നിയോഗത്തെ സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഓരോ മനുഷ്യൻ്റെയും കണ്ണിൻ്റെ പിറകിൽ ഒരു കണ്ണുനീർ പുഴയൊഴുകുന്നുണ്ട് എന്ന് ചിലർ പറയുന്നു. കാരണം ചില സങ്കടങ്ങൾ വരുമ്പോൾ അത് കണ്ണിലൂടെ അത് പൊട്ടി ഒഴുകാറുണ്ട്. ഇവിടെ നിൽക്കുന്നവരൊക്കെയും ഓരോ സങ്കടക്കടലാ ജീവിതം പലരുടെയും. ഒരുപാട് സങ്കടത്തിൽ ഇന്നലെയും ഇന്നും പ്രാർത്ഥിച്ച നിങ്ങൾ ഈ ദൈവഭവനത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന അതിഥികളാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. കർത്താവേ, കാസർഗോഡ് ജില്ലയിൽ തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. ഈ ആലയത്തിനടുത്തുള്ളവർ, അയൽവാസികൾ, ദേശക്കാർ, 1-2 മണിക്കൂറുകൾ യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരത്തിലുള്ളവർ, 5 മിനിറ്റ് നടന്നെത്താവുന്നവരൊക്കെയും ഇവിടെയുണ്ട്. എല്ലാവരെയും ദൈവകരങ്ങളിൽ കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഏതെല്ലാം വിഷയങ്ങളാണോ ഇന്ന് പ്രാർത്ഥിക്കാൻ തന്നത്, ഏൽപ്പിച്ചത്, ആ വിഷയത്തെ ഇപ്പോൾ ശുശ്രൂഷകരെ ശ്രദ്ധിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ പഴയതുപോലെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു പതിവ്. എങ്കിലും ഇപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊന്ന് കണ്ണുകളെ അടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചില അത്ഭുതങ്ങൾ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത വലിയ ദൈവ പ്രവൃത്തി ഈ ആലയത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു വരുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കണമേ. ഈ വചനം വിളമ്പുന്ന ഈ പുണ്യഭൂമിയിൽ കാല് കുത്തുന്ന മാത്രയിൽ അവരുടെ ജീവിതത്തിൽ ചെറിയ വലിയ ദൈവ പ്രവൃത്തികൾ നടക്കണമേ. വലിയ ദൈവ പ്രവൃത്തികൾ നടക്കണമേ. എല്ലാ ശുശ്രൂഷകരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ട ഷാജൻ ബ്രദറിനെ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ട ശുശ്രൂഷകരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ ആലയത്തിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ഗാന ശുശ്രൂഷ നടത്തുന്നവരെ ഓർക്കുന്നു. അൾത്താര അലങ്കരിച്ചവരെ ഓർക്കുന്നു. ആരാധനയിൽ ഭക്തിയോടെ നിൽക്കുന്നവരെ ഓർക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ്. കർത്താവേ, ഇന്ന് 280 ഇന്നലെ 273 പേരുടെ നിയോഗത്തിനകത്തുള്ള 19 വിഷയങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആ വിഷയത്തെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആ നാമത്തിൽ ഏൽപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ നാമത്തിലുണ്ട്. ആ നാമത്തിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ കാര്യമാ മദ്യപാനം, ലഹരിയിൽ നിന്നും വിമോചനം കിട്ടുവാനുള്ള നിയോഗം ഇന്ന് ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒന്ന് നിമിഷം ശ്രദ്ധിച്ചേ. ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് മദ്യപാനത്തിന്റെ ലഹരിയുടെ അടിമത്തത്തിൽ
കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, ഉപദ്രവിക്കുന്ന ഉപദ്രവങ്ങൾ, കൊലപാതകങ്ങൾ, നഷ്ടങ്ങളൊക്കെയും സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഇത് ഓൺലൈനായി കാണുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും വ്യക്തികൾ, ഇന്ന് നിയോഗം സമർപ്പിച്ച വ്യക്തികൾ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ, അവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഒരു വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആരും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരും, ഞങ്ങളുടെ ദേശത്തിൽ ആരും കർത്താവേ മദ്യത്തിനോ ലഹരിക്കോ അടിമപ്പെട്ടു പോകരുത് എന്ന് പ്രാർത്ഥിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, ഒരു കുഞ്ഞു പോലും മദ്യത്തിനോ മയക്കുമരുന്നിനോ എത്ര കുടുംബങ്ങളാണെന്നറിയാമോ? മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയി. എത്ര കുടുംബങ്ങളിലാണെന്നറിയാമോ? കണ്ണുനീര് തോരാത്ത രാത്രികൾ, പകലുകൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഞങ്ങൾ പറയുന്നു, യേശുവേ നിന്റെ നാമത്തെ വിളിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ജീസസ്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് നിയോഗം സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. കടബാധ്യതയിൽ കഴിയുന്നവർ, കടക്കെണിയിൽ ആയിരിക്കുന്നവർ, ഇങ്ങനെ ചിന്തിക്കുന്നവർ പ്രാർത്ഥിച്ച്, സ്ഥലമൊന്ന് വിറ്റിരുന്നെങ്കിൽ, ഒരു സ്ഥലം മേടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ആ ബാങ്കിൽ നിന്ന് എടുത്ത പൈസ അടയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ആ വണ്ടി പണയം വെച്ചെടുത്തതൊന്ന് അടച്ചു തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ, സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്കെന്നും കടം മാറിയിട്ടൊരു ദിവസമില്ലല്ലോ. ഏതെങ്കിലും വ്യക്തികൾ കടബാധ്യതയിലോ ബാങ്ക് വായ്പയിലോ, ചിലർ ഇന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്, ഇനി മുന്നോട്ട് പോയാൽ മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന്. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ കടക്കെണിയിലോ സാമ്പത്തിക പ്രതിസന്ധിയിലോ പലിശക്കെടുത്തോ ജപ്തിയുടെ വക്കീലോ സ്ഥലമൊന്ന് വിറ്റിരുന്നെങ്കിൽ, ഒരു വീടും പറമ്പും മേടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതലിനായി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. In Jesus name. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓരോ വിഷയവും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. ആ വിഷയ സമയത്ത് ഒരുപക്ഷെ ഞാനൊരു ഹല്ലേലൂയ പറയുമ്പോഴായിരിക്കും എന്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടുന്നത്, എന്റെ പ്രാർത്ഥനയ്ക്ക് അത് മറുപടിയായി വരുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, തകർന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ. തകർന്ന കുടുംബങ്ങൾ, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളുടെ കുടുംബ ജീവിതം തകർന്നതിനാൽ, ഭാര്യ ഭർത്തൃബന്ധം തകർന്നതിനാൽ ഭാരപ്പെടുന്നവർ, വിവാഹം കഴിഞ്ഞു അവർ മനസ്സുകൊണ്ട് അകന്നിരിക്കുന്നവർ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നവർ, അടുത്തു നിൽക്കേണ്ടവർ അകന്നു നിൽക്കുന്നവർ, ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, ഇത് ഓരോ വിഷയത്തിനകത്തും ചില വിടുതലുകൾ നടക്കുന്നുണ്ട്. ഓരോ വിഷയത്തിനകത്തും ഇത് കാരണം ഇത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇത് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ശരീരത്തിനകത്ത് ശിരസ് മുതൽ പാദം വരെ രോഗം മൂലം വിഷമിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ച്. രോഗം മൂലം വിഷമിക്കുന്നവർ, നിങ്ങളുടെ കരങ്ങൾ അവിടെ ആ രോഗഭാഗത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുത രോഗസൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഹൃദയ സംബന്ധമായ ഭാഗത്ത് വിഷമമുള്ളവർ അങ്ങനെ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. തലയ്ക്കകത്ത് ചില ട്യൂമർ, വയറിനകത്ത് മുഴ വളരുന്നു, നട്ടെല്ല് ബൾജാകുന്നു, രക്തത്തിന്റെ പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, പാൻക്രിയാസിന്റെ പ്രശ്നങ്ങൾ,
ഹാർട്ട് ബീറ്റിന്റെ പ്രശ്നങ്ങൾ, ഏത് വിഷയമാണെങ്കിലും യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുത സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ വലിയൊരു സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. പ്രത്യേകിച്ച് +1, +2, SSLC പരീക്ഷകൾ, അതോടൊപ്പം IELTS, OET, ജർമ്മൻ പരീക്ഷാ വിജയം, അതുപോലെ മറ്റു രാജ്യങ്ങളിൽ പോകാൻ മറ്റു ഭാഷകൾ പഠിക്കുന്നവർ, നിങ്ങളുടെ കുടുംബത്തിലും ചിലർ കാണും. എല്ലാവരും ആ നാട്ടിലേക്ക് പോകണമെന്ന അർത്ഥത്തിലല്ല, എങ്കിലും അത് അതിയായി ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. എനിക്കൊന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്കൊരു ജോലി ആ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ, ദൈവമേ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും, എനിക്ക് അതിനുള്ള വഴികളില്ലല്ലോ. വെള്ളത്തിൽ ഇസ്രായേൽ ജനത്തിന് പോകാൻ, കാനാൻ ദേശത്തെത്താൻ ദൈവം ഒരു വഴി വെട്ടിയെങ്കിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ദൈവം വെട്ടി തന്നിരിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന യുവതി, യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും കേട്ടെ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും നിങ്ങളെക്കാൾ പ്രായമുള്ളവരായിരിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ യുവതി, യുവാക്കളാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ രക്ഷപ്പെട്ടു വരുമെന്നതുള്ള ഞങ്ങളുടെ വലിയ പ്രതീക്ഷയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, നിയോഗം സമർപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും പരാജയപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരു കുഞ്ഞു പോലും വഴി തെറ്റിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാൾ പോലും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാൾ പോലും തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാളും ചതിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, പരീക്ഷയിൽ 10 മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഒരു ജയം മാത്രം കിട്ടാനല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമുള്ളവരാകണം, അവർ ധൈര്യമുള്ളവരാകണം, ശക്തരായി മാറണം, പ്രബലമാരുമായി മാറണം. ജീവിതത്തിൽ അവർ ഉയർന്നു നിൽക്കണം. അവരുടെ ശിരസ് എവിടെയും താന്നു പോകാൻ പാടില്ല. ഒരാൾ പോലും തെറ്റായൊരു ബന്ധത്തിൽ വീണ് തകരാൻ പാടില്ല. അവർ ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് ദൈവഹിതം പോലെ ഉയർന്ന നിലകളിലെത്തണം. ദൈവഹിതത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഏവരുടെയും, പ്രാർത്ഥിക്കുന്നവരുടെ വിവാഹം ഉചിത സമയത്ത് നടക്കണം, ഉചിതമായ സമയത്ത് നടക്കണം. പ്രാർത്ഥിക്കുന്നവരുടെ ഭവനങ്ങളിൽ അനുഗ്രഹമുള്ള തലമുറ ജന്മം കൊള്ളണം. അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണം. അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണം. വിശ്വാസമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരണം. ധൈര്യമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരണം. കഴിവുള്ളവർ എഴുന്നേറ്റ് വരണം. സമൂഹത്തിൽ മുമ്പിൽ നിന്ന് നയിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് എഴുന്നേറ്റ് വരണം, ശക്തരായി മാറണം. രണ്ട് കരങ്ങളെ ഉയർത്തി ഈ നിയോഗത്തിന് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ചില കാര്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ചില രാജ്യങ്ങളിൽ പോയി PR ലഭിച്ചിട്ടില്ല, ഒരു ജോലി ലഭിച്ചിട്ടില്ല, തിരിച്ചു വരേണ്ടി വരുമോ? ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഒരാളുടെ പ്രാർത്ഥന അല്ല ഉയരുന്നത്, ഒരാൾക്ക് വേണ്ടി 100 ആളുകൾ പ്രാർത്ഥിക്കുന്നു, 1000 പേര് പ്രാർത്ഥിക്കുന്നു. PR കിട്ടാതെ എത്രയോ കഷ്ടപ്പെട്ട് ബാങ്ക് ലോൺ എടുത്ത്, കൈവായ്പ എടുത്ത്, പലിശയ്ക്ക് എടുത്തു വരെ ആ രാജ്യത്ത് പോയി ഇപ്പോൾ എല്ലാം തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേൽ ഉയരുന്നൊരു ദൈവകരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ഏൽപ്പിച്ചു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഏതെങ്കിലും ബന്ധനത്തിൽ കഴിയുന്നവർ, ഏതെങ്കിലും ബന്ധനത്തിൽ
ഏതെങ്കിലും മേഖലകളിൽ മുന്നോട്ട് പോകാൻ ഒരു ഇഞ്ച് പോലും പറ്റുന്നില്ല, എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു, ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച് പുറകോട്ട് പോയി എന്നല്ല പറയാൻ പോകുന്നത്, മുന്നോട്ട് പോകാൻ ഇടവന്നു എന്ന് പറയാൻ ഇടവരും. ജീവിതത്തിൽ മുന്നോട്ട് നിങ്ങൾ പോകും. യെശയ്യാ 45:2 വചനത്തിലൂടെ പ്രാർത്ഥി എല്ലാ തടസ്സങ്ങളും മാറാൻ, പൈശാചിക ബന്ധനങ്ങൾ മാറാൻ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പാറിപ്പറക്കുന്ന പക്ഷികളും പ്രാണികളും തീയോട് ചങ്ങാത്തം കൂടാറില്ല. പാറിപ്പറക്കുന്ന പക്ഷികൾ തീയോട് പറ്റിച്ചേർന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവവചനം പറയുന്നു, എൻ്റെ വചനം തീ പോലെയാണെന്ന്. ഈ വചനം നിന്നിൽ ഉള്ളിടത്തോളം കാലം ഒരു ബന്ധനവും നിന്നോട് പറ്റിപ്പിടിക്കത്തില്ല. ഏത് ബന്ധനം അത് കരിച്ചു കളയുന്ന തീ അവിടെ വെളിപ്പെടും. എല്ലാ ബന്ധനങ്ങളെയും വിടുവിക്കുന്ന ഒരു തീ അവിടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മേഖലയിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നു, വിദ്യാഭ്യാസം സാമ്പത്തിക പ്രശ്നം കൊണ്ട് പകുതി വെച്ച് നിന്നു പോകുമോ? പഠിക്കാൻ പറ്റുമോ? ഫീസ് അടയ്ക്കാൻ പറ്റുമോ? ആ കല്യാണം നടത്താൻ പറ്റുമോ? ആ പൈസയ്ക്ക് എന്തു ചെയ്യും? ദൈവം നിനക്കൊരു വഴി തുറക്കും. യേശുവിന്റെ നാമത്തിൽ ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കും. യേശുവിന്റെ നാമത്തിൽ നീ ചില അത്ഭുതങ്ങളെ കാണും. നിന്നെ കാണുന്നവർ പറയും, നീ ഒരു അത്ഭുതം കണ്ടവനാണ് പറയാൻ ഇടവരും. ഹല്ലേലൂയ. ഇപ്പോൾ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഉദരത്തിലെ കുഞ്ഞുമായി ബന്ധപ്പെട്ട് ഭാരം അനുഭവിക്കുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കുക. ആ ബന്ധന നിയോഗമുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥന മാനസാന്തരം ലഭിക്കുവാൻ പ്രാർത്ഥന ചോദിച്ചവർ, വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ചില ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല, പ്രാർത്ഥന ഇഷ്ടമല്ല, ദൈവത്തിൽ അകന്നു നിൽക്കുന്നു. അവർക്കൊരു മാനസാന്തരം ഉണ്ടാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ അവരെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ ശിരസ് മുതൽ പാദം വരെ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 2-3 കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ലാത്തവർ, എങ്ങനെയും ഒരു വിവാഹം നടക്കണ്ട. പിന്നെയോ ദൈവാനുഗ്രഹമുള്ളത്, വിവാഹം കഴിഞ്ഞ് പിന്നീട് എല്ലാ ദിവസവും കണ്ണുനീരും വിഷമമാണെന്ന് കേൾക്കാനല്ല, സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് കേൾക്കാൻ ഇടയാകത്തക്ക വിധമുള്ള അനുഗ്രഹമുള്ള ജീവിതങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹമുള്ള ബന്ധങ്ങളെ ചേർക്കും. സ്വന്തമായൊരു വീട് ലഭിക്കാൻ, സ്വന്തമായൊരു വാടക വീട്ടിൽ കിടക്കുന്നു. ഇനി നാളെ എന്തു ചെയ്യും? വീട്, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ആയി വീടില്ലല്ലോ എന്ന് വിഷമിക്കുന്നവർ, മക്കൾ മാതാപിതാക്കളെ ചിലർ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ ഇത്രയും നാളായിട്ട് എന്തെടുക്കുമായിരുന്നു? വീട് വെച്ചില്ലല്ലോ, നിങ്ങൾ എന്തെടുക്കുമായിരുന്നു? കുറ്റപ്പെടുത്തുന്നവർ പ്രാർത്ഥിക്ക്. വിഷയത്തിനകത്തൊരു വാതിൽ ദൈവം തുറക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തമായൊരു ജോലി ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഇൻ്റർവ്യൂകൾ വരാൻ, നല്ല ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ, നല്ല ജോലി അത് സമാധാനത്തോടെ ചെയ്യാൻ പറ്റുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കുവാണ്. ജോലിയിലുള്ള പ്രമോഷൻ ലഭിക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഇനി പ്രാർത്ഥിക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് ബിസിനസ് ചെയ്യാനാണ് ഇഷ്ടം. അതിനുള്ളൊരു കഴിവുണ്ടാകട്ടെ, അതിനുള്ളൊരു ഐഡിയ നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ലതുപോലെ ബിസിനസ്, കടം കയറി കിടക്കുക, കച്ചവടമില്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വിൽക്കാൻ നോക്കുക. അങ്ങനല്ല കേൾക്കേണ്ടത്. ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ, സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടാൻ, വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടുവാൻ, നന്മയുണ്ടാകുവാൻ, ഐശ്വര്യത്തിൽ ജീവിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കേൾക്കാമോ? നമ്മൾ ഇന്ന് കേട്ടു, യാബസ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചത് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമെന്നല്ല പുള്ളി പ്രാർത്ഥിച്ചത്. പിന്നെയോ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. പിന്നെയോ എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഇത്രയും നിയോഗത്തെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാക്ഷ്യം പറയുവാൻ ഇടയാകത്തക്ക വിധം ഒരു അനുഗ്രഹം നിങ്ങളിൽ വെളിപ്പെടുകയാണ്. ഈ സമയം എഞ്ചരിക്കാനുള്ള വസ്തുക്കൾ എടുത്ത് കയ്യിൽ പിടിക്കുക. പാസ്പോർട്ട് കൊണ്ടുവന്നവർ, മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവന്നവർ, മണ്ണ് കൊണ്ടുവന്നവർ, വെള്ളം കൊണ്ടുവന്നവർ, ചിലത് ജപമാലയായിരിക്കാം, നിയോഗ കൊന്തയായിരിക്കാം, എടുത്ത് കയ്യിൽ പിടിച്ച് ഈ സമയം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളുടെ കുടുംബം, എൻ്റെ ഭാര്യ, ഭർത്താവ്, എൻ്റെ മാതാപിതാക്കൾ, കൊച്ചുങ്ങൾ, അല്ലെങ്കിൽ
കൊച്ചുമക്കൾ എല്ലാവരും ഓർക്കുന്നു. ഞങ്ങളുടെ അതിരുകൾ വിസ്തൃതമാകാൻ വേണ്ടി മാത്രമല്ല, എല്ലാ വിപത്തുകളിൽ നിന്ന്, എല്ലാ അനർത്ഥങ്ങളിൽ നിന്ന്, ദുർമരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ചുമ്മാ പറഞ്ഞൊരു വാക്കല്ല, കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥനയൊന്ന് ചെല്ലുകയാണ്. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് നിയോഗം സമർപ്പിച്ച 283 പേരെയും, ഇന്നലെ നിയോഗം സമർപ്പിച്ച 273 പേരെയും അവരുടെ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും സകല ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ജലം തളിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ശബ്ദത്തെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ സമയത്ത് ഈ സ്ഥലത്ത് നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം യേശുവേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം യേശുവേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ ഉത്തരമരുളണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാടാമോ? അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ചേർന്ന് പറയാമോ? അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾ ആ കണ്ണുകളൊക്കെ നടച്ച് ഒരു നേർച്ച നേരാമോ? എൻ്റെ ഒരു സാക്ഷ്യത്തെ, എനിക്കെല്ലാ ദിവസവും വചനം പറയുന്ന ഈ പുണ്യസ്ഥലത്ത് നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തെ എനിക്ക് 1 മിനിറ്റെങ്കിലും മഹത്വപ്പെടുത്താൻ ഒരു സാക്ഷ്യം തരണമേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് ആരൊക്കെ പ്രാർത്ഥിച്ചു, ഇന്നലകളിൽ പ്രാർത്ഥിച്ചു. കൽക്കുരിശിൽ നിയോഗം എഴുതി വച്ചവർ, നൊവേനയിൽ നിയോഗം വെച്ച് പങ്കെടുത്തവർ, ഇന്ന് നിയോഗത്തോടെ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ചവർ, രാവിലെ മുതൽ ഈ 2 മണി സമയത്തോളം വരെ ത്യാഗത്തോടെ ഈ ചൂടും ആവിയും പരവേശവും സഹിച്ച് വേറൊന്നിനും ഒരു ഫോൺ പോലും മെസ്സേജ് പോലും നോക്കാതെ എന്ന് പറഞ്ഞാൽ ഇത്രയും സമയം എങ്ങനെ ഇരിക്കാൻ പറ്റും? അത് വലിയൊരു കാര്യമല്ലേ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച് അതിരുകൾ വിസ്തൃതമാക്കും കേട്ടോ. നിങ്ങളുടെ അതിരുകളെ ദൈവം അനുഗ്രഹിച്ച് വിസ്തൃതമാക്കും. എല്ലാ വിപത്തുകളിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളും. എല്ലാ വിപത്തുകളിൽ നിന്ന് രോഗങ്ങളോ ആപത്തോ അപകടമോ ഒന്നും സംഭവിക്കാതെ ദൈവം കാത്തുകൊള്ളും. എഴുതി സമർപ്പിച്ച നിയോഗത്തിന്റെ മേൽ ഉയരുന്ന ദൈവകരം നിങ്ങൾ കാണും. ദൈവകരം നിങ്ങൾ കാണും. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളോടും പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരാൾ പോലും തകർന്നുവെന്ന് കേൾക്കുവാൻ ഇടവരികയില്ല.
ഒരാൾ പോലും നഷ്ടപ്പെട്ടു നശിച്ചു എന്ന് കേൾക്കാൻ ഇടവരരുത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥിക്കുവാണ്. കണ്ണുകളൊന്ന് അടച്ച്. യോനാ പ്രവാചകനെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാം അവസാനിച്ചു എന്നാണ് ചിന്തിച്ചത്. പക്ഷെ കൃത്യസ്ഥലത്ത് ദൈവം നിയോഗിച്ച ഒരു വലിയ മത്സ്യം അവിടെ ഉണ്ടായിരുന്നു. കൃത്യസ്ഥലത്ത്. അത് ദൈവം നിയോഗിച്ചതാണെന്ന് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും ഇവിടെയുള്ളവരും ഈ ആലയമൊക്കെ ഉണ്ടല്ലോ, അനേകർ തകർന്നു പോകാതിരിക്കാൻ ദൈവം നിയോഗിച്ച ഒരാലയമാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ പണമല്ല ആവശ്യം. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പം മനസ്സുകൊണ്ട് ഈ ആലയത്തെ അനുഗ്രഹിച്ചിട്ട് വേണം പോകാൻ. 1 കോടി രൂപയേക്കാൾ വിലയുണ്ടതിന്. നിങ്ങളുടെ പണമല്ല വലുത്. നിങ്ങൾ ഒരുപക്ഷെ ദൈവമേ ഇതൊരു അനുഗ്രഹമാകണേന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ അനുഗ്രഹവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ കഴിവിൽ മാത്രമല്ല, ഞങ്ങളുടെ ബുദ്ധിയിൽ മാത്രമല്ല. പ്രിയപ്പെട്ടവരായ നിങ്ങൾ, കുറവുള്ളവരായ ഞങ്ങളെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊക്കെ ആകട്ടോ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നത്. ഇവിടെ ഇരിക്കുന്ന അനേകർ ഞങ്ങൾക്ക് അമ്മമാരെ പോലെ, അപ്പച്ചന്മാരെ പോലെ, സഹോദരരെ പോലെയാണ്, സഹോദരി പോലെയൊക്കെയാണ്. നിങ്ങളൊക്കെ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണ് ഈ ബലവും ഈ ശക്തിയും ഈ പ്രോത്സാഹനവും ഒക്കെ ഇവിടെ ഉള്ളത്. ഈ ആലയത്തെ ഒരു നിമിഷം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഇവിടെ നിന്ന് സ്വീകരിക്കുന്ന ഭക്ഷണമായിരിക്കാം, ഇവിടെ നിന്ന് സ്വീകരിക്കുന്ന എണ്ണയായിരിക്കാം, നേർച്ച എണ്ണയായിരിക്കാം, വറുത്ത അരിയായിരിക്കാം, വെള്ളമായിരിക്കാം, എണ്ണയായിരിക്കാം, നിയോഗ കൊന്തയായിരിക്കാം, സകലത്തിന്റെ മേലും നിങ്ങളുടെ കൂടെ ചലിക്കുന്നൊരു ദൈവകരമുണ്ടാകട്ടെ. നിങ്ങളുടെ കൂടെ ചലിക്കുന്നൊരു ദൈവകരമുണ്ടാകട്ടെ. നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നൊരു ദൈവകരമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഉചിതമായ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണമെന്ന്. വിവാഹം കഴിഞ്ഞ ആളുകളിൽ ഉചിതമായ സമയത്ത് അവർക്ക് കുഞ്ഞുങ്ങൾ അനുഗ്രഹമുള്ള തലമുറകൾ ഉണ്ടാകണം. ഒരു കുഞ്ഞു പോലും ആരുടെയും കൂടെ ഇറങ്ങിപ്പോയി എന്നൊന്നും കേൾക്കാൻ ഇടവരരുത്. ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കൾ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു വരണം, രക്ഷപ്പെട്ടു വന്നോണം. ഒരാളും ഒരു ചതിക്കുഴിയിൽ ചെന്ന് ചാടരുത്. ഒരാളും ചതിക്കുഴിയിൽ ചെന്ന് ചാടരുത്. നിങ്ങളിലൂടെ വേണം നിങ്ങളുടെ വീട് നാളുകളിൽ രക്ഷപ്പെടാൻ. അതിനു വേണ്ടി കൂടിയാ ഈ ചങ്ക് പൊളിഞ്ഞ് തൊണ്ണ പൊട്ടിച്ച് ബഹളം വെച്ച് ഒച്ച വെച്ച് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞെ, നീ രക്ഷപ്പെടാൻ വേണ്ടിയാണ്, നീ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. ഒരാൾ പോലും വീടില്ലാത്തൊരവസ്ഥയിൽ കഴിയരുത്. ഒരാൾ പോലും ജപ്തിയിൽ വീട്ട് വിട്ട് ഇറങ്ങിപ്പോണ്ട അവസ്ഥ വരരുത്. ഞങ്ങൾ നിങ്ങളെ ചങ്കോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഇവിടെ നടക്കുവാൻ, ദൈവത്തിന്റെ ശക്തി ഇവിടെ നടക്കുവാൻ എല്ലാ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ആരാധനയുടെ സമാപന സമയത്ത് നമ്മൾ നിൽക്കുകയാണ്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. എല്ലാവർക്കും, ശുശ്രൂഷകർക്ക്, പാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ദൂരെ നിന്ന് വന്നിട്ടുള്ളവർക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നല്ലവരായ അയൽവാസികൾ, ദേശക്കാർ, സമീപത്തുള്ളവർ, അയൽ ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ളവർ, എല്ലാ സഭകളിൽ നിന്ന് വന്നിട്ടുള്ള നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഇന്നലെ പോന്നവരുണ്ട്, ഇന്ന് രാവിലെ വന്നവരുണ്ട്, എല്ലാവരെയും ഓർക്കുന്നു. നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കും. ഒരു കാര്യം, നിങ്ങൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളെന്തി ഒരു 10 സീറ്റ് ഫ്രീ ഉണ്ട് ബസ്സിൽ പോകുവാൻ. ആ 10 സീറ്റ് നിങ്ങൾ പോകുവാൻ ആളുണ്ട്. ആരെങ്കിലും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സിന് 10 സീറ്റുണ്ട്. ആ ബസ്സിന് അതേ ഓഫീസുമായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പോകുമ്പോൾ ആ വാഹനത്തിൽ പോകാം. ചെറുപുഴ, ചിറ്റാരിക്കൽ ആ ഭാഗത്തുനിന്ന് വന്നവരുണ്ട്. കാസർഗോഡ് ഭാഗത്ത് നിങ്ങളുടെ യാത്ര ഒത്തിരി പേര് പറഞ്ഞു, ഇവിടെ 2 മണിയാകുമ്പോൾ പോകുമ്പോൾ അവിടെ ഇന്ന സമയത്താവും, പിന്നെ വണ്ടി കിട്ടാൻ പാടാണ്. നിങ്ങളുടെ യാത്രകൾ നല്ലൊരു കാര്യത്തിന് വന്നതല്ലേ, എവിടെയും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ചുമ്മാ ഒരു വെറും വാക്ക് പറഞ്ഞതല്ല കേട്ടോ, മൈക്കുള്ളത് കൊണ്ട് വിളിച്ചു പറഞ്ഞതല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഇവിടെ നിന്ന് യോഗം സമർപ്പിച്ച ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരിൽ ഒരാൾ പോലും ആത്മഹത്യ ചെയ്തു എന്നോ വിഷം കഴിച്ചു മരിച്ചു എന്നോ ഒന്നും ഒരിക്കലും കേൾക്കാൻ ഇടവരരുത്. എന്തു കാര്യത്തിലും അവർ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടിയെന്ന് പറയാൻ ഇടയാകത്തക്ക വിധം
അനുഗ്രഹിക്കപ്പെടണം. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരായ ആളുകൾ വിവിധ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. തെറ്റല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നല്ല രാജ്യത്ത് എത്തിക്കോളും, നല്ല നിലയിൽ എത്തിക്കോളും. നിങ്ങളുടെ കൈകളിൽ ദൈവം അനുഗ്രഹിച്ചു തരുന്ന സമ്പത്തൊക്കെ കൈകാര്യം ചെയ്യാൻ ഭാഗ്യം വരും. നല്ലത് വന്നോളും. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഈശോയുടെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട അജിത്ത് അച്ഛൻ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങളെ ഉയർത്തി, കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവർ, അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ